transistor or is actually off. There is no connection between the input and the output. That is it. Alright? Basically, pass transistor we are using to realize logic functions. നമ്മളെല്ലാവരും CMOS യൂസ് ചെയ്ത് ലോജിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ I believe third module നമ്മൾ കാണേണ്ടതാണ്. ഒന്നുമില്ലെങ്കിലും ബേസിക്കലി CMOS സർക്യൂട്ട് യൂസ് ചെയ്ത് ഇൻവെർട്ടർ പിന്നെ NAND NOR എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ട് അല്ലേ? അപ്പോൾ അതിലെ തന്നെ പാസ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തും നമുക്ക് ബേസിക് ലോജിക് ഫംഗ്ഷൻസ് റിയലൈസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ബി എന്ന് പറയുന്ന വാല്യൂ ഹൈ ആകുമ്പോൾ യു ക്യാൻ സേ വാട്ട് ഔട്ട്പുട്ട് പി എന്ന വാല്യൂ 0 ആകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പം അതിനെ വാട്ട് ഐ ഡിഡ് ഇസ് അതിനെ ആ ഒരു സ്റ്റേറ്റിനെ കൂടെ ഡിഫൈൻ ചെയ്യാൻ ഇത് നമ്മൾ ആദ്യം കണ്ട സർക്യൂട്ടാണ്. ആ സ്റ്റേറ്റിനെ കൂടെ ഡിഫൈൻ ഇനി ഒരു എൻമോസ് കൂടെ ഓക്കെ. ഇവിടെ ഗേറ്റ് സിഗ്നൽ വാട്ട് ഐ ഗിവൺ ഇസ് ബി, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ബി ബാർ ആണ്. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ വെൻ ബി ബിക്കംസ് 0 എന്നുള്ളതിന് ഐ എം ജസ്റ്റ് ട്രൈയിങ് ടു പ്രൊവൈഡ് ആൻ ആൻസർ. അപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് വാട്ട് ഐ ഡൺ ഇസ് ഐ കണക്റ്റഡ് ഇറ്റ് ടു ഗ്രൗണ്ട് ഓഫ് 0 എന്ന് കൊടുത്തിട്ട് ലോജിക് 0. അപ്പോൾ ഇനി നമുക്കപ്പോ ഈ താഴത്തെ ഈ സർക്യൂട്ട് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതൊന്നുകൂടെ നീറ്റായി ഡിഫൈൻ ചെയ്യാം. ലെറ്റ്സ് സീ പി ഇഫ് ഇറ്റ് ഇസ് ഹൈ then this transistor is on, this transistor is off. ഇത് രണ്ടിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഷോർട്ട് ചെയ്ത് അപ്പം റൈറ്റ് നൗ യു നീഡ് നോട്ട് ബോദർ അബൌട്ട് ദിസ് ഇക്വേഷൻ, നമുക്ക് വിൽ കം ഇൻ ടു ദാറ്റ് ഹൗ വി റീച്ച് ദാറ്റ്. അപ്പം ബി എന്ന if b value is high then what will happen, a is passed on to the output, അതായത് this transistor is on and b high എന്ന് പറയുമ്പോൾ b bar is 0, so this NMOS is off, so there is no connection from this to this. What you get is output as A. Now, B എന്ന് പറയുന്നത് it is a single literal, can take either 0 or 1 value അല്ലേ? അപ്പോൾ 1 value എന്താ വരുമെന്ന് പറഞ്ഞാൽ let's see. So what will happen when B equal to 0? B equal to 0 means what will happen? ഈ മേലത്തെ this transistor is actually off അല്ലേ? So B 0 ആകുമ്പോൾ B bar is 1, so this NMOS is on. എന്ത് വരും? Whatever value you have given here, you get it as output. അപ്പോൾ what you get is 0 അല്ലെ? അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ ഫൈനൽ നമുക്ക് ഇതിലൊരു ഔട്ട്പുട്ട് വരും. അപ്പൊ ഈ ഔട്ട്പുട്ടിനെ യു ക്യാൻ റൈറ്റ് an equation. How it is? You can write that as A dot B. ഇവിടെ ഒരു ഷോർട്ടിംഗ് ആണ്, so that is A ഇവിടെ വരുന്ന A this input A dot B plus 0 dot B bar, which is nothing but function f is equal to A dot B. So actually ഇതൊരു simple realization of the AND gate. A dot B എന്ന് പറയുന്നത് you know it is an AND gate. AND ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഒരു കമ്പാരിസൺ പറയാണ്. വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് വി ആർ ട്രൈങ് ടു ഡിഫൈൻ എ പാസ് ട്രാൻസിസ്റ്റർ. അത് പറയണം. അപ്പൊ നമ്മൾ കണ്ട സർക്യൂട്ട് വാട്ട് ഐ ഹാവ് കോപ്പിഡ് ഇറ്റ് ഓവർ ഹിയർ. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച CMOSലെ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ് ഞാൻ ഇവിടെ വരച്ചത്. സോ യു ക്യാൻ ജസ്റ്റ് കമ്പയർ. ഹിയർ യു റിക്വയർ 2 NMOS ഗേറ്റ്സ് അല്ലേ? CMOS ഇംപ്ലിമെന്റേഷൻ ആകുമ്പോൾ നമുക്ക് 6 ഗേറ്റ്സ് വേണം. ഇവിടെ ഒരു ബി ബാർ ഉണ്ട്. ബീനെ വെറുതെ ബി ബാർ ഇട്ടില്ല, ബീനെ ഒരു ഇൻവെർട്ടറിൽ കൂടെ പാസ് ചെയ്ത് ബി ബാർ വേണം. അപ്പൊ ഈ കേസിൽ ബി ബാറിന് വേണ്ടിയിട്ട് ഒരു ഇൻവെർട്ടർ വേണം. അപ്പൊ അവിടെ 2 ട്രാൻസിസ്റ്റർ. അപ്പൊ എങ്ങനെ വന്നാലും what will happen is in order to implement an AND gate using pass transistor we require only 4 gates. പക്ഷെ here we require 6 gates. അപ്പൊ അതാണ് that is striking advantage. You can reduce the number of transistors. Okay. I believe ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ മതി what pass transistor is about എന്നാണ്. അപ്പോൾ with that we can move on. We'll just try to define what pass transistor is about. Okay. So നമ്മൾ പറഞ്ഞ പോലെ തന്നെ pass transistors, it is a popular and widely used alternative for complementary metal oxide semiconductor logic. Okay. It is used for popular and widely used alternative CMOS for CMOS's pass transistor logic. നമ്മൾ കണ്ടു. പിന്നെ attempts to reduce the number of transistors required to implement logic. So, നമ്മൾ നേരത്തെ കണ്ട കേസ് number of transistors are comparatively less when you use a pass transistor logic. പിന്നെ അടുത്ത് വരുന്നതാണ് നമുക്ക് you can say the definition as such for a pass transistor. What it is? Pass transistors allows primary inputs to drive gate terminals as well as source or
ഹലോ, സ്പീക്കർ മൗത്ത് പീസ് ഒന്ന് അടുത്ത് പിടിക്കാമോ? കുട്ടികളെ വോയിസ് ഇത്തിരി ഫീബിൾ ആവുന്നു പറഞ്ഞ് ഇതിട്ടില്ല. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ തുടങ്ങണോ? ഇല്ല മാം, കുഴപ്പമില്ല. ഇപ്പം കുറച്ചു പേരാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം നമ്മൾ പാസ് ട്രാൻസിസ്റ്റേഴ്സ് വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഡിഫൈൻ പാസ് ട്രാൻസിസ്റ്റർ. ഒരു ഡെഫിനേഷൻ ആസ് സച്ച് പറയുന്നത് ഈ ലൈനാണ്. ദാറ്റ് ഇസ് പാസ് ട്രാൻസിസ്റ്റേഴ്സ് അലോസ് പ്രൈമറി ഇൻപുട്സ് ടു ഡ്രൈവ് ഗേറ്റ് ടെർമിനൽ ആസ് വെൽ ആസ് സോഴ്സ് ഓർ ഡ്രെയിൻ ടെർമിനൽസ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ സ്ലൈഡ് ഒന്ന് നമുക്ക് പോവാം. ദാറ്റ് ഇസ് ഇവിടെ ഈ കേസ് ഇതാണ് ഞാൻ വാട്ട് ഐവ് ടോൾഡ് ദിസ് ഇസ് എ പാസ് ട്രാൻസിസ്റ്റർ. ഇതാണ് ഒരു കംപ്ലീറ്റ് പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്ക്. അപ്പൊ നമ്മളൊരു CMOS സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗേറ്റ് ടെർമിനലിൽ മാത്രമേ വേരിയബിൾസ് ഇൻപുട്ട് കൊടുക്കുന്ന കാര്യം പറയുന്നുള്ളൂ. ഇവിടെ പറഞ്ഞ ഡെഫിനേഷൻ എന്താ? പാസ് ട്രാൻസിസ്റ്റേഴ്സ് അലോ പ്രൈമറി ഇൻപുട്സ് ടു ഡ്രൈവ് ഗേറ്റ് ആസ് വെൽ ആസ് സോഴ്സ് ഓർ ഡ്രെയിൻ. അതല്ലേ നമുക്കുള്ള പ്രൈമറി ഇൻപുട്സ് എന്താ? A and B. ഒരു സർക്യൂട്ടിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്, A and B. So I am allowing this primary input to drive the gate as well as any one of the terminal, source or drain. പിന്നെ അടുത്ത terminal is obviously the output അല്ലേ? So അതാണ് in simple how you define a pass transistor. Pass transistor ഇതാണ്, and you are using it to easily implement logic functions. അതാണ് ഒരു കാര്യം. അപ്പം ഇനി നമുക്ക് we are just going to see in details few circuits in pass transistors. നമ്മൾ കാണുമ്പോൾ we'll come to know എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ദാറ്റ്സ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ്. നിങ്ങൾ ആരും ഒരു വലിയ കോംപ്ലക്സ് ആണെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആൻഡ് ഗേറ്റ് തന്നെയാണ്. ദിസ് ഇസ് യുവർ ആൻഡ് ഗേറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഐവ് ഡൺ ഇസ് ടു ദ ഗേറ്റ് ഐ ഹാവ് പ്രൊവൈഡഡ് B. അപ്പം പിന്നെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി B ബാറും വേറൊരു ഗേറ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. Now, is it a must that you should always provide B to gate? അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. നമുക്കിപ്പം രണ്ട് ഇൻപുട്ട് ആണ് നമുക്കുള്ളത്. ഇപ്പോ if you want to decide with A at the gate and B as input to the drain, that is also possible. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ കൂടെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ സെയിം സർക്യൂട്ട് ആണ്, ജസ്റ്റ് ലിറ്ററൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ A ഉണ്ട്. So A high ആവുമ്പോൾ this transistor is on. So this B is passed on to the output. This transistor is off. When A is 0, this is off and this is on. So what you get is ground 0. അപ്പൊ ഇത് നമുക്ക് കിട്ടി. അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു Y എന്ന് പറയുന്നത് you can just write the equation it as it is nothing but B dot A plus 0 dot A bar. 0 dot A bar is 0. So what you get is B dot A or A dot B. And function ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആലോചിച്ച് ഡിസൈൻ ചെയ്യാം. Or mostly two little functions. What you can do is you can use a truth table. നമ്മളൊക്കെ മൾട്ടിപ്ലെക്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ട്രൂത്ത് ടേബിൾ വെച്ച് കുറച്ചുകൂടെ ഒരു ഈസി ആയി ചെയ്യാം. അപ്പൊ അതുകൂടെ ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പേർക്ക് മറ്റേ മെത്തേഡ് മനസ്സിലായില്ലെങ്കിൽ ദിസ് വിൽ ബി ഓക്കെ. സോ ഹൗ ക്യാൻ യു ഡിസൈൻ? നോക്കിയേ, ഇപ്പം വി ആർ ജസ്റ്റ് ഗോയിങ് ടു സീ എങ്ങനെ വന്നു. ഇവിടെ A ആണെങ്കിൽ ഇവിടെ B ആയിട്ട് എങ്ങനെ വന്നു? വൈ നോട്ട് B bar, why not 0 or why not 1? എന്തുകൊണ്ട് അത് വന്നില്ല ഫോർ ദിസ് ഗേറ്റ്? അപ്പൊ നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കുക. സോ ഇവിടെ A ആണെങ്കിൽ ഒബ്വിയസ്ലി A ബാർ, അതായത് A ഈക്വൽ ടു 1 എന്നുള്ള കേസ് ഈ ട്രാൻസിസ്റ്റർ ഡിഫൈൻ ചെയ്യും. A ബാർ ഈക്വൽ ടു A ഈക്വൽ ടു 0 എന്നുള്ള കേസ് ഈ ട്രാൻസിസ്റ്റർ ഡിഫൈൻ ചെയ്യും. അത് അങ്ങനെ എപ്പോഴും വരത്തുള്ളൂ. സോ അതൊരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡിസൈൻ ചെയ്യുമ്പോൾ യു ജസ്റ്റ് സീ, ഇപ്പൊ A0 അല്ലെങ്കിൽ A ബാർ ആവുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഇത് രണ്ടും A ആവുന്ന അല്ലെങ്കിൽ A1 ആവുന്ന രണ്ട് കണ്ടീഷനും ഉണ്ട് ട്രൂത്ത് ടേബിൾ അല്ലെ? സോ ഇവിടെ എന്ത് കൊടുക്കണം? ഇവിടെ B ആണോ B ബാർ ആണോ എന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. സോ ജസ്റ്റ് സി, വെൻ A ഈക്വൽ ടു A ബാർ ഓർ വെൻ A ഈക്വൽ ടു 0, you just have to observe how the output varies with respect to the other input. അത്രയും നോക്കിയാൽ മതി. അതായത് A0 ആവുമ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് വേറൊരു ഇൻപുട്ടിനെ ബേസ് ചെയ്ത് എങ്ങനെ വേരി ആവുന്നു എന്നൊന്ന് അനലൈസ് ചെയ്താൽ മതി. സോ വാട്ട് യു ഗെറ്റ് ഹിയർ, A0 ആവുന്ന ഈ രണ്ട് കണ്ടീഷനിലും എന്റെ ഔട്ട്പുട്ട് Y is 0 പ്രൊവൈഡഡ് വാട്ട് എവർ ഐ ഗിവൻ ദ ഇൻപുട്ട്. ഇൻപുട്ട് B 0 ആവാം 1 ആവാം, എന്താണെങ്കിലും മൈ ഔട്ട്പുട്ട് ഇസ് റിമൈനിങ് ഇൻ ലോജിക് 0. പിന്നെ അവിടെ എന്റെ സർക്യൂട്ട് ഇസ് ക്ലിയർ. സോ വാട്ട് ഹാപ്പൻസ് വെൻ A ഈക്വൽ ടു A ബാർ, എനിക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് എപ്പോഴും 0 ആണ്. എന്താ വെച്ചാൽ ഔട്ട്പുട്ട് എപ്പോഴും ബീനെ ഡിപ്പെൻഡന്റ് അല്ല, ഔട്ട്പുട്ട് 0 ആണ് വരുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഗ്രൗണ്ടഡ് ഓവർ ഹിയർ. അതേപോലെ അടുത്ത ലോജിക്കോ,
എ ഈക്വൽ ടു എ, അതായത് എ ഈക്വൽ ടു 1 ആവുമ്പോൾ ഹൗ മൈ ഔട്ട്പുട്ട് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ അതർ ഇൻപുട്ട് ആണ്. സോ എങ്ങനെയാ, ബി 0 ആവുമ്പോൾ ഔട്ട്പുട്ട് വൈ 0, ബി 1 ആവുമ്പോൾ ഔട്ട്പുട്ട് വൈ 1. സോ ദാറ്റ് മീൻസ് വാട്ട്, എന്താണോ ബി ദാറ്റ് ഇസ് ഫോളോഡ് ആസ് ഔട്ട്പുട്ട് അല്ലേ. സോ അതുകൊണ്ടാണ് എ 1 ആവുമ്പോൾ ബി ഈസ് 0, സോറി ബി എന്താണോ ബി അത് തന്നെയാണ് ഔട്ട്പുട്ട്. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ഹിയർ വി ഹാവ് പുട്ട് ബി. അപ്പോൾ ദാറ്റ് ഇസ് ദ കീ ടു ഡിസൈനിങ് പാസ് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ചെറിയ സർക്യൂട്ട്സ് എല്ലാം 2 ഇൻപുട്സ് ഒക്കെ നമുക്ക് ഈസിലി ഇങ്ങനെ ഡീകോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഗേറ്റ് സിഗ്നൽ എ വെച്ചിട്ടാ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ബി വെച്ചിട്ടും പറയാം. സോ ഹൗ യു ഡിഫൈൻ ബി? അപ്പൊ ബി ആണ് ഇപ്പൊ നമ്മൾ ഗേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബി 0 ആവുന്ന കണ്ടീഷൻസ്, അപ്പൊ അതായത് ഈ കണ്ടീഷനിൽ ബി 0 ആണ്, ഇവിടെയും ബി 0 ആണ്. അപ്പൊ ബി 0 ആവുന്ന കണ്ടീഷനിൽ ഹൗ ഡസ് ദ അതർ ഇൻപുട്ട്, വാട്ട് ഇസ് അതർ ഇൻപുട്ട്? എ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ ഔട്ട്പുട്ട്. എങ്ങനെയാണ്? ബി 0 ആവുന്ന കണ്ടീഷനിൽ എന്റെ ഔട്ട്പുട്ട് വൈ 0, ഇവിടെയും ബി 0 ആവുമ്പോൾ ഔട്ട്പുട്ട് വൈ 0 ആണ്. സോ ഇറ്റ് ഡസൻ ഡിപെൻഡ് അപ്പോൺ എ അല്ലേ. അപ്പൊ ബി 0 എന്ന് പറയുമ്പോൾ ബി ബി ബാർ ആവുമ്പോൾ ഔട്ട്പുട്ട് ഇസ് 0. അപ്പൊ ഇത് എപ്പോഴും ഗ്രൗണ്ട് ചെയ്യണം. അപ്പൊ ഈ 0 ആയിരിക്കും ഔട്ട്പുട്ട് പോകുന്നത്. ഇനി ബി 1 ആവുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു കേസും ഉണ്ട്, ഈ ഒരു കേസും ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എ 0 ആവുമ്പോൾ 0, എ 1 ആവുമ്പോൾ 1. അപ്പൊ എ എന്താണോ അത് അങ്ങനെ തന്നെ പാസ് ചെയ്യുകയാണ് അല്ലെ. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ബി 1 ആവുന്ന കേസിൽ എ 1 സോറി എ 0, എ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ 0 ആവുമ്പോൾ 0 കിട്ടും, 1 ആവുമ്പോൾ 1 കിട്ടും. സോ ദാറ്റ് ഇസ് ഇൻ സിമ്പിൾ നിങ്ങളുടെ ബേസിക് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഐ ബിലീവ് ഇറ്റ്സ് ക്ലിയർ അല്ലേ. 2-3 സർക്യൂട്ട് കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് വാട്ട് ഐ റിട്ടൺ ഇസ് ഓർ ഗേറ്റ്. അപ്പൊ നിങ്ങൾ സ്ലൈഡിൽ ഐ പുട്ട് എവറിത്തിങ്. അപ്പോ നോക്കുമ്പോൾ ആദ്യം ഇനീഷ്യലി ഡോണ്ട് വറി അബൌട്ട് ദിസ് ഇക്വേഷൻ, നമുക്ക് വിൽ കം ടു ദാറ്റ്. നമ്മളപ്പോ സെയിം ലോജിക്കിൽ വിൽ ജസ്റ്റ് സേ ഹൗ ടു ഇംപ്ലിമെന്റ് ആൻ ഓർ ഗേറ്റ് അല്ലേ. അപ്പൊ ഓർ ഗേറ്റ് ഇപ്പൊ ഇവിടെ കാണിച്ച സർക്യൂട്ടിൽ അഗൈൻ ഐ ഗിവൻ ബി ആൻഡ് ബി ബാർ ആൻഡ് ബി. ഗേറ്റിൽ ഞാൻ ബി ആ കൊടുത്ത്, ഇറ്റ്സ് യുവർ വെൽ ആൻഡ് വിഷ്, യു ഇഫ് യു വോണ്ട് ടു ഗിവ് എ ആ സർക്യൂട്ട് ഓൾസോ യു കൻ ഡു. അപ്പൊ ഈ സർക്യൂട്ട് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കിയേ. ബി 0 ആവുന്ന കേസസ് ഇതും ഫസ്റ്റും തേർഡും ആണ്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് ഇൻപുട്ട് എങ്ങനെയാ വേരി ആവുന്നത്? എ 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 0, എ 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 1. സോ ബി 0 ആവുന്ന കേസിൽ വാട്ട് എവർ ഇസ് ദ വാല്യൂ ഓഫ് എ, ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ആസ് ഇറ്റ് ഇസ്. അപ്പൊ അതുകൊണ്ട് എന്താ, ബി ബാർ കൊടുത്തു, ഇവിടെ എ വന്നു, എ കൊടുത്തു, എ വാല്യൂ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബി 1 ആവുന്ന കേസിൽ വാട്ട് ഇസ് ഹാപ്പനിങ്, ഇത് ഈ സെക്കൻഡ് കേസ് ഇൻ ദ ഫോർത്ത് കേസ്. ബി 1 ആവുമ്പോൾ എ 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്, എ 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. അതായത് ഇൻപുട്ടിന് അധികം എഫക്റ്റ് ഇല്ല, ഔട്ട്പുട്ട് ഇസ് ഓൾവേസ് റിമൈനിങ് അറ്റ് 1 ഫോർ ദീസ് 2 കേസസ്. അപ്പൊ നമ്മുടെ അടുത്ത സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ബി 1 എന്നുള്ള ബി എന്നുള്ള ഗേറ്റ് സിഗ്നൽ കൊടുക്കുക, ആൻഡ് ദ ഇൻപുട്ട് ദാറ്റ് യു ആർ പ്രൊവൈഡിങ് ഇസ് 1. അപ്പൊ ദിസ് ഇസ് 1 വേ. അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ വി ആർ സേയിങ് വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് എ പ്ലസ് ബി. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് വിൽ ട്രൈ ടു വെരിഫൈ. ഇക്വേഷൻ വൈസ് നമുക്ക് വെരിഫൈ ചെയ്യാം. എങ്ങനെയാ? നമ്മൾ നേരത്തെ കണ്ട ആൻഡ് ഗേറ്റിലെ പോലെ തന്നെ ഈ എഫിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പൊ ഇനിയാണ് അപ്പൊ നമ്മൾ ആ ഇക്വേഷനിലോട്ട് വരേണ്ടത്. നമുക്ക് ഈ ഇക്വേഷൻ എഫിന്റെ എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ ഡോട്ട് ബി ബാർ പ്ലസ് 1 ഡോട്ട് ബി അല്ലെ. എ ഡോട്ട് ബി ബാർ പ്ലസ് 1 ഡോട്ട് ബി. അപ്പൊ അതിന് നമുക്ക് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ ഡോട്ട് ബി ബാർ പ്ലസ് ബി. അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. എ ഡോട്ട് ബി ബാർ പ്ലസ് ബിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതായത് എ പ്ലസ് ബി മൾട്ടിപ്ലൈഡ് ബൈ ബി ബാർ പ്ലസ് ബി. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ്, എ പ്ലസ് ബി മൾട്ടിപ്ലൈഡ് ബൈ ബി ബാർ പ്ലസ് ബി. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 1. സോ വാട്ട് യു ഗെറ്റ് ഇവൻച്വലി ഇസ് എ പ്ലസ് ബി. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇങ്ങനെയാണ് നമ്മളൊരു ഓർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഇപ്പൊ ഞാനിവിടെ വാട്ട് ഐവ് ഡൺ ഇസ് ഐവ് ചോസൻ B to drive the gate. Other way around also you can do. എങ്ങനെയാണെന്നുള്ളത്. So just try it out. അപ്പൊ നമ്മളുടെ OR gate ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ NAND gate ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം NAND എന്ന് പറയുന്ന ട്രൂത്ത് ടേബിൾ what we have written here. അപ്പൊ ഈ കേസിൽ സിമ്പിൾ ആണ്. ഞാൻ for this diagram I've chosen A to drive the gate. അപ്പൊ നമുക്ക് ഈ രണ്ട് കേസ് വെച്ച് നമുക്ക് എളുപ്പം പറയാം. എങ്ങനെയാ? A 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും 1 ആണ്. അപ്പൊ A 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും 1. ഇത് ലോജിക് 1 ആണ് കാണിക്കുന്നത്. A 1 ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതർ ഔട്ട്പുട്ട്, ഹൗ ദ ഔട്ട്പുട്ട് വേരീസ് വിത്ത് അതർ ഇൻപുട്ട്. B 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 1, B 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 0. അപ്പൊ അത് ആക്ച്വലി B ബാർ ആ വരുന്നത് അല്ലെ. സോ A ഹൈ ആവുമ്പോൾ
നമുക്ക് ഔട്ട്പുട്ട് ബി ബാർ ആണ്. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ യുവർ സർക്യൂട്ട് ഇസ് ലൈക്ക് ദിസ്. അതിന്റെ സർക്യൂട്ട് വൈസ് ഇംപ്ലിമെന്റേഷൻ ഒന്നുകൂടെ നോക്കാം. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ദിസ് ഔട്ട്പുട്ട് വൈ ഇസ് നത്തിങ് ബട്ട് ബി ബാർ ഡോട്ട് എ അല്ലെങ്കിൽ എ ഡോട്ട് ബി ബാർ പ്ലസ് 1 ഡോട്ട് എ ബാർ ഓർ എ ബാർ ഡോട്ട് 1. That is equal to a dot b bar plus a bar. നമ്മൾ ഐഡന്റിറ്റി വെച്ച് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. That is a plus a bar multiplied by b bar plus a bar, which is nothing but a bar plus b bar. അപ്പോൾ De Morgan's law, according to your De Morgan's law, it is a bar plus b bar is nothing but a dot b the whole bar. അപ്പൊ അങ്ങനെയാണ് നമ്മൾ NAND ഗേറ്റ് ചെയ്യുക. സോ ഐ ബിലീവ് ദീസ് ആർ ദ സ്റ്റെപ്സ്. ഇപ്പൊ ഇത്രയും ഒരു ഐഡിയ നമുക്ക് കിട്ടിയെങ്കിൽ പാസ് ട്രാൻസിസ്റ്റർ വെച്ച് നമുക്ക് ഈസിലി യു കെൻ ഡിസൈൻ സർക്യൂട്ട്സ്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു സ്ലൈഡിൽ ജസ്റ്റ് ഫോർ യു ടു സീ വിൽ ബി ഷെയറിംഗ് ദിസ് സ്ലൈഡ്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ഗേറ്റും എന്താന്നുള്ളത് എളുപ്പം ഒന്ന് പറയാൻ നോക്കാം അല്ലേ. ഐ ഹാവ് നോട്ട് ഗിവൺ വാട്ട് ദിസ് ഗേറ്റ് ഇസ്. വാട്ട് ഇസ് ദിസ് ഗേറ്റ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ബി ബാർ ഡോട്ട് എ ബാർ പ്ലസ് 0 ഡോട്ട് എ. അപ്പൊ ദിസ് ഇസ് നത്തിങ് ബട്ട് a bar dot b bar. A bar dot b bar എന്ന് പറയുമ്പോൾ എന്താ? It is a plus b the whole bar. അപ്പൊ this is nothing but your NOR gate അല്ലേ. ഇനി ഇതെന്തായിരിക്കും? This is b bar dot a bar അല്ലെങ്കിൽ a bar dot b dot a bar plus a dot b bar അല്ലെങ്കിൽ a dot b bar plus a bar dot b. That is nothing but your XOR gate. Okay, അപ്പം ഇങ്ങനെയാണ് ഇത് രണ്ടും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ഇത്രേ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് വി കൻ ഓൾസോ ട്രൈ ടു ഇംപ്ലിമെന്റ് മൾട്ടിപ്ലെക്സർ യൂസിങ് പാസ് ട്രാൻസിസ്റ്റർ. അപ്പൊ ഒരു 2x1 mux നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. 2x1 mux എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി. നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് 2x1 mux-ന്റെ ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. എ ആൻഡ് ബി രണ്ട് ഇൻപുട്ട് ആണ്. എസ് എന്ന് പറയുന്നത് സെലക്ട് ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ എസ് ബാർ പ്ലസ് ബി എസ്. അതാണ് നമ്മുടെ നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത സർക്യൂട്ടിന് നമുക്ക് മതിയാവും. സോ ഔട്ട്പുട്ട് ഓഫ് 2x1 mux is nothing but y is equal to a s bar plus b s. നമ്മൾ ഡിജിറ്റലില് നേരത്തെ പഠിക്കുമ്പോൾ എ ബി എന്നല്ല I0 I1 എന്നൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ I0 I1 എന്നൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സിംപ്ലി ഫോർ സിംപ്ലിസിറ്റി ഐ റിട്ടൺ ആസ് എ ആൻഡ് ബി. ഓക്കെ, സോ എ എസ് ബാർ പ്ലസ് ബി എസ്. അപ്പൊ എസ് ആണ് നമ്മുടെ സെലക്ട് ലൈൻ. അത് ആ സർക്യൂട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ഇറ്റ്സ് ജസ്റ്റ് എൻ ഐഡിയ ഹൗ ഇറ്റ് വർക്ക്സ്. ഈ ഒരു ലോജിക് ബേസ് ചെയ്ത് നമുക്ക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി സോ ദ ലാസ്റ്റ് സർക്യൂട്ട് വിച്ച് വിൽ സീ ഇൻ എ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ഇസ് 4x1 mux. അപ്പൊ 4x1 mux എന്ന് പറയുമ്പോൾ 4 ഇൻപുട്ട് ഉണ്ട്. 2 to the power 2, that is 4 inputs and 2 select lines. S0 and S1 ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ഇൻപുട്സിന്റെ നമ്പർ ഓഫ് ഇൻപുട്സ് ഇഫ് ഇറ്റ് ഇസ് ഇൻക്രീസിങ്, നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഉള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റാദർ ഡിഫിക്കൾട്ട്. അപ്പൊ ഈ കേസിൽ നമുക്ക് മക്സിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ മക്സിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അതായത് ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ, ഹൗ ഡസ് മക്സ് വർക്ക്? സെലക്ട് ലൈൻ 0 ആവുമ്പോൾ എ സെലക്ട് ആവും, 0 1 ആവുമ്പോൾ ബി, പിന്നെ സി, പിന്നെ ഡി, അങ്ങനെയാണ് വരുന്നത് അല്ലെ. സോ ദാറ്റ്സ് വാട്ട് ദേ റിട്ടൺ S1 S0 ഉണ്ട്. സോ യുവർ ഫംഗ്ഷൻ എഫ് ഇസ് നത്തിങ് ബട്ട്, നമുക്ക് ആ ഡിജിറ്റൽ ലോജിക്കിന്റെ ബേസിക്സ് ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ എഫ് ഇസ് നത്തിങ് ബട്ട് S1 bar S0 bar into A പ്ലസ് S1 bar S0 into B പ്ലസ് S1 S0 bar into C പ്ലസ് S1 S0 into D. ആ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ടേംസ് അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് പോവാ. അപ്പൊ ഇവിടെ നോക്കിയേ, ആ സർക്യൂട്ട് ഒന്ന് ഇവിടെ ജസ്റ്റ് കോപ്പിഡ് ഇറ്റ്. അപ്പൊ നോക്കിയേ, ഫംഗ്ഷൻ എഫ് ഇസ് എ സം ഓഫ് എ ഇൻറ്റു S0 ബാർ, പിന്നെ ഇങ്ങോട്ടത് വരുന്ന S1 bar പ്ലസ് ബി ഇൻറ്റു S0 S1 bar പ്ലസ് സി ഇൻറ്റു S0 bar S1 പ്ലസ് ഡി ഇൻറ്റു S0 S1. അപ്പം this is how you implement mux using pass transistor logic. അപ്പൊ മാക്സിമം ഐ ബിലീവ് ഇത്രയൊക്കെ ടെക്സ്റ്റ് ബുക്കിലും ഇത്ര സർക്യൂട്ട്സേ പറയുന്നുള്ളൂ. സോ ഐ തിങ്ക് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ സോ ഇതാണ്
എന്ന് പറയുന്നത് as mentioned in the PPT, we are just going to see some of the characteristics of NMOS and PMOS. അപ്പം characteristics പറയുമ്പോൾ we are just going to discuss the disadvantages mainly of what an NMOS and PMOS is. Okay, അപ്പം നമ്മൾ നേരത്തെ കണ്ട കോൺസെപ്റ്റിലോട്ട് ഒന്നുകൂടെ we are coming. Hello, am I audible? Hello. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്. ദാറ്റ് ഇസ് CMOS as a switch. നമുക്ക് NMOSും PMOSും ഉണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ കാണുന്നത്. സോ ഹൗ ഡു യു റീഡ് ദിസ്? സേ NMOS passes. അപ്പൊ NMOS പാസ് ചെയ്യുന്നു. NMOS ഓൺ ആവുമ്പോൾ 0 or 1 വാട്ട് എവർ ഇറ്റ് ഇസ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് പാസ് ചെയ്യും അല്ലേ? അതായത് ഇപ്പൊ NMOS ഉണ്ട്, G എന്ന് പറയുന്നത് ഗേറ്റ് ടെർമിനലാണ്. If gate is 1, it's very clear that NMOS is on അല്ലേ? ഇനി അപ്പൊ അടുത്ത കേസ് എന്താ പറയുന്നത്? ഇഫ് ഇൻപുട്ട് ഇസ് 0, അതായത് നമ്മളിവിടെ ഇൻപുട്ട് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഗേറ്റ് ആക്റ്റീവ് ആണ് കേട്ടോ. അപ്പൊ ട്രാൻസിസ്റ്റർ ഓൺ ആണ്. അപ്പൊ ഇൻപുട്ട് 0 കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടും 0 ആയിട്ട് വരും. അപ്പൊ ഇവിടെ ഒരു വാക്കുണ്ട് സ്ട്രോങ് 0. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അതായത് വാട്ട് വി ഗെറ്റ് ഇസ് എ സ്ട്രോങ് 0. അതായത് വി ആർ ഗെറ്റിംഗ് എൻ എക്സാക്ട് 0. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഗേറ്റ് ഓൺ ആണ്, പക്ഷേ what you providing is a input as 1. 1 എന്ന് പറയുമ്പോൾ ലോജിക് ഹൈ ഓർ VDD സപ്ലൈ, ഒരു 5 വോൾട്ട് നോർമൽ കേസിൽ ഒരു 5 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ what you get, നമുക്ക് what you are expecting is input 1 കൊടുത്ത output also you should get 1. പക്ഷേ what output actually what you get is weak 1. weak 1 എന്ന് പറയുമ്പോൾ what we mean is നമ്മൾ പറയുന്ന വോൾട്ടേജ് ലെവൽ മെഷർ ചെയ്യുമ്പോൾ എക്സാക്ട്ലി 5 വോൾട്ട് കിട്ടില്ല, ലെസ് ദാൻ 5 വോൾട്ട് കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ഇസ് അത് NMOSന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. സെയിം ടൈം യു ക്യാൻ കാറ്റഗറൈസ് ദാറ്റ് ആസ് എ വീക്ക്നെസ് ഓഫ് NMOS. NMOSന് അത്രേ തരാൻ പറ്റും. ഈ ഒരു ഫുൾ 5 വോൾട്ട്സ് ഔട്ട്പുട്ട് ആയിട്ട് NMOSന് തരാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ദാറ്റ് ഇസ് വൺ തിങ്. നൗ വൈ ഇറ്റ് ഇസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ PMOSലൂടെ പറഞ്ഞ് നമുക്കത് നോക്കാം. അപ്പൊ PMOS ആകുമ്പോൾ ദ അതർ വേ അറൗണ്ട്. യു നോ PMOS ഓൺ ആവണമെങ്കിൽ what you should do, ഗേറ്റിൽ യു ഷുഡ് പ്രൊവൈഡ് 0 അല്ലേ? ഗേറ്റിൽ 0 അല്ലാത്തൊരു കേസ് നമ്മൾ PMOS പറയില്ല. അപ്പൊ ട്രാൻസിസ്റ്റർ ഓൺ ആണ്. അപ്പൊ ഞാനിപ്പം ഇൻപുട്ട് 0 കൊടുത്താൽ PMOSന്റെ കേസിൽ എനിക്ക് എക്സാക്ട് 0 ഇൻപുട്ടായി തരത്തില്ല. ഇറ്റ് ഇസ് എ വീക്ക് 0. അത് ലെസ് ദാൻ 0 എന്നുള്ള ഒരു വോൾട്ടേജ് ലെവൽ ആയിരിക്കും, നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ്സ് വാട്ട് യു മീൻ ബൈ വീക്ക് 0. അതാണ് PMOSന്റെ കേസിൽ. പക്ഷെ PMOSന്റെ കേസിൽ 1ന്റെ കാര്യം എങ്ങനെയാ? ഗേറ്റ് ഹൈ, ഗേറ്റ് 0 ആണ്. ദാറ്റ് മീൻസ് ഗേറ്റ് ഇസ് ഓൺ. And if you provide a 1, then you will get a proper 1. അതായത് സ്ട്രോങ് 1. നമ്മളിപ്പോൾ 5 വോൾട്ട് കൊടുത്താൽ you can expect exact 5 വോൾട്ട് in the output. അപ്പോൾ that is a strong point. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ NMOSും PMOSും വെച്ച് പാസ് ട്രാൻസിസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള മേജർ ഇഷ്യൂ ആണ് നമുക്ക് NMOSന് it can only give a weak 1 and PMOS can only give a weak 0. Other way it is fine. Strong 0 for NMOS and strong 1 for PMOS. അപ്പൊ അതാണ്. അപ്പൊ this is a very reason why നിങ്ങൾ CMOS സർക്യൂട്ട് പഠിച്ചപ്പം നമ്മൾ CMOS സർക്യൂട്ടിൽ എങ്ങനെയാ പഠിച്ചത്? യു ബേസിക്കലി ഹാവ് എ പുൾ അപ്പ് നെറ്റ്വർക്ക് ആൻഡ് എ പുൾ ഡൗൺ നെറ്റ്വർക്ക് അല്ലേ? അപ്പം മേലെ പുൾ അപ്പ് നെറ്റ്വർക്കിൽ വാട്ട് യു വിൽ ബി യൂസിങ് ഇസ് PMOS അല്ലേ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ PMOSനാണ് ഇറ്റ് ക്യാൻ ഗിവ് എ സ്ട്രോങ് 1. അത് പുൾ അപ്പ് ചെയ്യാണ്, പുൾ അപ്പ് ദ ഔട്ട്പുട്ട് ടു VDD. So it can give a strong 1, a full VDD. And NMOS is chosen as a pull down network. അതായത് it can give a strong 0. അതാണ്, that is a very good reason why pull up and pull down networks are chosen. അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത്? That is an important concept you should understand. And I believe ചില കോളേജസിൽ മേ ബി തേർഡ് മോഡ്യൂളിൽ CMOS ഇൻവെർട്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് കവർ ചെയ്തിട്ടുണ്ടാവും. I don't know, but anyway I have decided to cover this. അതായത് ഒരു പാസ് ട്രാൻസിസ്റ്ററിന്റെ പാർട്ടായിട്ട് നമുക്ക് പറയാം. അപ്പൊ കുറച്ച് ഒരു സർക്യൂട്ട്, ഇൻവെർട്ടർ സർക്യൂട്ട് വെച്ച് തന്നെ നമുക്ക് ഇത് ഈസിലി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ആണ്. മേലെ PMOS ഉണ്ട്, NMOS ഉണ്ട്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് കണക്റ്റഡ്. അപ്പൊ ഇത് ഔട്ട്പുട്ടിനെ ഞാനൊരു ലോഡ് കപ്പാസിറ്റൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? യുവർ NMOS കനോട്ട് ഗിവ് എ ഗുഡ് 1 അല്ലെ? NMOS ഒരിക്കലും ഒരു നല്ല ലോജിക് 1 കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. വൈ ഇറ്റ് ഇസ് സോ? അപ്പൊ ഈ ഒരു സർക്യൂട്ട് നോക്കുക. നൗ കൈൻഡ്ലി അഡ്ജസ്റ്റ് വിത്ത് ദ സർക്യൂട്ട്. ഞാൻ അത് നെറ്റിൽ നിന്ന് എടുത്ത കുറച്ച് സർക്യൂട്ട്സ് ആണ്. ജസ്റ്റ് ഡോണ്ട് മൈൻഡ് ദ ഡ്രോയിങ്, ജസ്റ്റ് ലുക്ക് ഓൺ ടു ദ കോൺസെപ്റ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പൊ നമ്മുടെ NMOS സർക്യൂട്ടിനെ ഞാൻ ഇമാജിൻ യു ഹവ് കണക്റ്റഡ്, അതായത് ഡ്രെയിൻ യു ഹവ് കണക്റ്റഡ് ടു VDD. VDD assume it is 4 volt.
ഗേറ്റ് ഉണ്ട്, സോഴ്സ് ഇനീഷ്യലി ഇതൊരു സോഴ്സ് ലോഡ് കപ്പാസിറ്റൻസ് ആണ്. അപ്പം അസ്യൂം ദ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് ദിസ് ട്രാൻസിസ്റ്റർ ഇസ് അറൌണ്ട് 0.7 വോൾട്ട് അല്ലേ. അപ്പൊ യു ഓൾ നോ ഇൻ ഓർഡർ ഫോർ ദിസ് ട്രാൻസിസ്റ്റർ ടു ബി ഓൺ what you require your VGS. നമ്മൾ ഇക്വേഷൻസ് ഇൻവെർട്ടർ CMOS ഇൻവെർട്ടർ ഇക്വേഷൻസ് പറയുമ്പോൾ VGS should be always greater than or equal to V threshold അല്ലെ. VGS should be greater than or equal to V threshold. അപ്പം ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കാൻ വരട്ടെ, ഞാൻ പറയുന്ന ആദ്യം ശ്രദ്ധിച്ച് then we'll look on to this equation. VGS should be greater than or equal to V threshold, then only your NMOS is on. അപ്പൊ VGS is nothing but VG minus VS അല്ലെ. അപ്പം ഈ കേസിൽ ഇനീഷ്യലി ഒരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനീഷ്യലി ട്രാൻസിസ്റ്റർ ഒന്നും ഓൺ അല്ല. ഈ അതായത് വാല്യൂ വോൾട്ടേജ് അക്രോസ് ദിസ് കപ്പാസിറ്റർ ഇമാജിൻ ഇനീഷ്യലി അത് സീറോയിലാണ് കിടക്കുന്നത്. നൗ what I do is I provide a gate voltage to make this transistor on. അപ്പൊ I am providing a logic high. Logic high എന്ന് പറയുമ്പോൾ here also you are providing 5 volt or VDD അല്ലെ. അപ്പൊ എന്റെ VGS എന്താണ് ഇവിടെ? VGS is nothing but VG minus VS അല്ലെ. അപ്പൊ VG എന്ന് പറയുന്നത് ഇവിടെ എന്റെ 5 വോൾട്ട് ആണ്. VS ഇനീഷ്യലി വോൾട്ടേജ് അക്രോസ് ദിസ് കപ്പാസിറ്റർ, ഇനീഷ്യലി ഇവിടെ ഇത് ചാർജ് ആയിട്ടില്ല ഈ കപ്പാസിറ്റർ. സോ വാട്ട് വിൽ ഹാപ്പൻ? VG minus VS is equal to 5 minus 0 അല്ലെ. അപ്പൊ ദാറ്റ് ഇസ് 5 വോൾട്ട്. അപ്പൊ 5 വോൾട്ട് ഇസ് വെൽ അബവ് ദ ത്രെഷോൾഡ് വോൾട്ടേജ്. നമ്മുടെ കേസ് ഇങ്ങനെ, ഇൻ ഓർഡർ ഫോർ ദിസ് ട്രാൻസിസ്റ്റർ ടു ബി ഓൺ VGS should be greater than VT. അപ്പൊ VT ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു 0.7 വോൾട്ട് എന്നുള്ളത്. അപ്പൊ 5 വോൾട്ട് ഇസ് വെൽ അബവ് 0.7 വോൾട്ട്. സോ ദിസ് ട്രാൻസിസ്റ്റർ ഇസ് ഓൺ അല്ലെ. അപ്പൊ ഓൺ ആവുമ്പോ എന്താ സംഭവിക്കുന്നത്? there is a path from VDD to this capacitor. So this capacitor starts charging. അപ്പൊ ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അസ്യൂം ഇത് ചാർജ് ചെയ്ത് ഇനീഷ്യലി ആദ്യം 0 ആയിരുന്നു, ഇനീഷ്യലി ഒരു 1 വോൾട്ട് വന്നു എന്ന് വെക്കുക. ഇവിടെ അക്രോസ് ദിസ് കപ്പാസിറ്റർ യു ആർ ഹാവിംഗ് 1 വോൾട്ട്. അപ്പൊ എന്താ നമ്മുടെ VGS എന്ന് പറയുന്നത് VG minus VS. സോ 5 minus 1 അപ്പൊ 4 വോൾട്ട് ആണ്. 4 volt is greater than 0.7 volt, transistor is on. പിന്നെ ഇത് 1 volt ആയി, പിന്നെ then it will become 2 volt, then it will become 3 volt, then it will become 4 volt. അപ്പൊ 4 volt ഇവിടെ across this capacitor say 4 volt charge നടന്നു എന്ന് വെക്കാം. സോ അപ്പോഴും നമ്മുടെ VGS എന്താ? 5 minus 4 which is 1 volt. അപ്പൊ 1 volt is greater than 0.7 volt. അപ്പോഴും നമ്മളുടെ NMOS transistor on ആണ്. Now imagine the point where your capacitor has charged to 4.3 volt. Okay. അപ്പൊ എന്തായി? നമ്മുടെ VS എന്ന് പറയുന്നത് 4.3 ആണ്. What will happen? What is VGS? VG minus VS. So that is 5 minus 4.3. അപ്പൊ 5 minus 4.3 എന്താ? It is nothing but 0.7. But that is equivalent to the threshold voltage അല്ലേ? So that means the transistor is barely on. അപ്പൊ ഇവിടെ ഓഫ് ഇട്ടിട്ടുണ്ട്. It actually means is ആ കേസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. VGS is equal to VG minus VS. That is 5 minus 4.3 which is 0.7 volt. We can say it is barely on അല്ലേ? ഇനി ഇതിന് ശേഷം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജസ്റ്റ് 1 point further നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം ഇതിപ്പോ 4.3 കഴിഞ്ഞത് 4.4 ആയി തന്നെ വെക്കുക. അപ്പൊ നമ്മുടെ VGS എന്തായിരിക്കും? 5 minus 4.4 which is 0.6 volt അല്ലെ. 0.6 volt എന്ന് പറയുമ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജിന് താഴെയാണ്. സോ അപ്പൊ എങ്ങനെയാവും ഈ ട്രാൻസിസ്റ്റർ? ഇറ്റ് വിൽ ബി സ്വിച്ച്ഡ് ഓഫ്. അപ്പം മാക്സിമം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇസ് ഓൺലി അപ് ടു 4.3 വോൾട്ട് ഓർ നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ഓൺലി അപ് ടു VG മൈനസ് VT. അതായത് ത്രെഷോൾഡ് വോൾട്ടേജ് VG എന്ന് പറയുന്നത് നമ്മുടെ 5 വോൾട്ട് ആണ്. 5 വോൾട്ട് മൈനസ് 0.7 വോൾട്ട് വരെ, അത്ര വരെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇഫ് യു ട്രൈ ടു ചാർജ് ദ കപ്പാസിറ്റർ ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി ഓഫ് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഓർ ദിസ് ഇസ് ദ ലോഡ് കപ്പാസിറ്റൻസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ മാക്സിമം വോൾട്ടേജ് കിട്ടുന്ന ഓൺലി 4.3 ഉള്ളു, അതിന് മേലെ വോൾട്ടേജ് കൊടുക്കില്ല. സോ ഞാൻ ഇൻപുട്ട് 5 വോൾട്ട് കൊടുത്താലും എനിക്ക് എന്റെ ലോജിക് ഹൈ ആണ്. ലോജിക് ഹൈ ആണെങ്കിലും എനിക്ക് കിട്ടുന്ന 5 വോൾട്ട് അല്ല, what I get is only 4.3 volt. അപ്പൊ അതുകൊണ്ടാണ് that is the reason why you say your NMOS will give a weak 1 അല്ലെ. ഇതൊരു weak 1 ആണ്. It's not 5 volt, but you have is a 4.3 volt. So that is the reason why you call this NMOS as a NMOS will give a weak 1. Okay. അപ്പം I believe that is clear. ഇനി PMOS-നെ നോക്കാമായിരിക്കും അല്ലേ. അപ്പൊ ഇനി PMOS-ന്റെ കേസ്. PMOS എന്താ പ്രശ്നം പറഞ്ഞേ? PMOS will give a weak 0. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പൊ നമ്മുടെ PMOS സർക്യൂട്ട് ഞാൻ ഇവിടെ വരച്ചു. PMOS ഓൺ ആക്കണമെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഇസ് യു നീഡ് ടു പ്രൊവൈഡ് 0 അല്ലെ, ലോജിക് 0, ഗേറ്റ് വോൾട്ടേജ് 0 ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഈ സർക്യൂട്ട് നമുക്ക് നോക്കാം. ടു ദ സോഴ്സ് ഐ എം കണക്ടിങ് എ കപ്പാസിറ്റർ. Now imagine capacitor is initially charged to 5 volt, അതായത് ഫുൾ ചാർജ് ആണ്. കപ്പാസിറ്റർ 5 വോൾട്ട് ചാർജ് ആണ്. ഇനി it is trying to discharge through this PMOS transistor to the drain. That is a scenario which we are considering. അപ്പോൾ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആണ്, ദാറ്റ് മീൻസ് യു ആർ പ്രൊവൈഡിങ് എ 0 വോൾട്ടേജ് ടു ദ ഗേറ്റ്. അപ്പോൾ ഇതിന്റെ ട്രാൻസിസ്റ്റർ ഇക്വേഷൻ ഇഫ് യു റിമെമ്പർ, ഫോർ എ PMOS your VT is negative, threshold വോൾട്ടേജ് നമ്മളുടെ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ പറയേണ്ടത് in order for the transistor to be on, your VGS should be less than VT. അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാളും ചെറുതായിരിക്കണം. അപ്പൊ ഇവിടുത്തെ ത്രെഷോൾഡ് വോൾട്ടേജ് ഇസ് നത്തിങ് ബട്ട്, സിൻസ് ഇറ്റ് ഇസ് എ PMOS, ഇവിടെയും 7.7 എന്നുള്ള കൺസിഡർ ചെയ്യാം. ത്രെഷോൾഡ് വോൾട്ടേജ് -0.7 അല്ലേ. അപ്പൊ ഇനീഷ്യലി നമുക്ക് അസ്യൂം ചെയ്യാം ഗേറ്റ് വാല്യൂ 0. അപ്പോ VGS എന്ന് പറയുന്നത് 0 മൈനസ് ഈ കപ്പാസിറ്റൻസ് അസ്യൂം ഇനീഷ്യലി ഇത് 5 വോൾട്ട് ഉണ്ട്. 0 മൈനസ് 5 അതെന്താ -5 വോൾട്ട് ആണ്. സോ -5 വോൾട്ട് ഇസ് ലെസ് ദാൻ -0.7 വോൾട്ട് അല്ലേ. അപ്പൊ പിന്നെ ഈ ട്രാൻസിസ്റ്റർ ഇസ് ഓൺ അല്ലെ. അപ്പൊ എന്താവും, this capacitor will slowly discharge through this transistor to the drain. അപ്പൊ ഈ ഡിസ്ചാർജിങ് നടന്ന് വാട്ട് ഇസ് ഹാപ്പനിങ്, അപ്പൊ ഇവിടുത്തെ ചാർജ് കുറഞ്ഞു വരും. അപ്പൊ ആദ്യം 5 വോൾട്ട് ആയിരുന്നു. നെക്സ്റ്റ് അസ്യൂം നമ്മൾ നേരത്തെ പോയത് പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇപ്പൊ അസ്യൂം ചെയ്യുക ഇവിടെ നമുക്കൊരു 4 വോൾട്ട് ആണ്. അപ്പൊ വോൾട്ടേജ് ഓഫ് ദ സോഴ്സ് ഇസ് 4. അപ്പൊ നമ്മുടെ VGS എന്തായിരിക്കും, 0. ഇവിടെ എപ്പോഴും 0 ആണ്. 0 മൈനസ് 4 എന്ന് പറയുമ്പോൾ -4. സോ -4 ഇസ് വെൽ ബിലോ -0.7 വോൾട്ട്. അപ്പോഴും ഈ ട്രാൻസിസ്റ്റർ ഓൺ ആണ്. സോ അങ്ങനെ അത് കുറഞ്ഞു വരും. അപ്പൊ ഈ ഇത് 2 വോൾട്ട് ആയി റെഡ്യൂസ് ചെയ്യും. 3 വോൾട്ട്, 2 വോൾട്ട് അങ്ങനെ കുറഞ്ഞു 1 വോൾട്ട് ആവും. ആൻഡ് അസ്യൂം ദ കേസ് വെയർ ഇത് 0.7 വോൾട്ട് എത്തി. 0.7 വോൾട്ട് എത്തുമ്പോൾ what will happen, what is VGS? VGS is nothing but VG minus VS. അപ്പൊ എന്താ 0 മൈനസ് 0.7 വോൾട്ട്. അപ്പൊ എന്തായി നമ്മുടെ VGS എന്ന് പറയുന്നത് -0.7 വോൾട്ട് ആണ്, which is the threshold voltage. അപ്പൊ the transistor is barely on. അതിനുശേഷം 0.7 എന്നുള്ള 0.6 ആയാലും what will happen, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും അല്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് ബിലോ ദ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പൊ അതുകൊണ്ട് this capacitor will only discharge up to the threshold voltage. പറയുന്നത് ആക്ച്വലി 0 അല്ല, ഈ 0.7 ഇവിടെ കിടക്കും അല്ലേ. 0.7 വോൾട്ടേജ് ഇവിടെ നമുക്ക് 0 എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഉള്ളത് 0.7 വോൾട്ടേജ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് PMOS will give you a weak 0 എന്നുള്ളത്. സോ ദാറ്റ് ഇസ് വാട്ട്. അപ്പൊ ഇതാണ് PMOSും NMOSന്റെയും ഒരു മേജർ ഡിസഡ്വാൻറ്റേജ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പം ഇത് ദിസ് ഇസ് വാട്ട്, അതായത് യുവർ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്ക് ഇസ് റാബെ. ഇപ്പൊ റാബേയിൽ 4 കേസസും നീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഫസ്റ്റ് പറഞ്ഞ ദാറ്റ് ഇസ് NMOS cannot give a good 1 എന്നുള്ള കേസാണ് ഇവിടെ. PMOS cannot give a good 0 എന്നുള്ള കേസാണ് ഇവിടെ. While NMOS can give a good 1 അല്ലേ, good 0, good 0 അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഐ എം ജസ്റ്റ് ലീവിങ് ടു യു ഈ 2 സർക്യൂട്ട്സും ഒന്ന് അനലൈസ് ചെയ്യാൻ. അത് സിമ്പിൾ ആണ്. ജസ്റ്റ് ഇറ്റ് ഡസൻ മാറ്റർ ഇവിടുത്തെ വോൾട്ടേജ് എന്താന്നുള്ളത്, ഇറ്റ് ഡസൻ മാറ്റർ. ദ ട്രാൻസിസ്റ്റർ വിൽ ബി ഓൾവേസ് ഓൺ. അതാണ്. സോ ഇത് രണ്ടും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. Why it will not give a good 1? That is why your NMOS will not give a good 1, PMOS will not give a good 0. ഇത് രണ്ടുമാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് ഈ 2 സർക്യൂട്ട്. ഓക്കെ, സോ ഐ ബിലീവ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ 20 minutes കഴിഞ്ഞു. ഓർ ക്യാൻ വി കണ്ടിന്യൂ നെക്സ്റ്റ്? ഹലോ, കണ്ടിന്യൂ ചെയ്യാം മാം. കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഇതൊന്ന് നിങ്ങൾ അപ്പം ഈ ഒരു പാർട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മൾക്ക് പാസ് ട്രാൻസിസ്റ്ററിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്ന ഈ കാര്യമാണ്. അതായത് വീക്ക് 0 ആൻഡ് വീക്ക് 1 ഫോർ NMOS ആൻഡ് PMOS. അപ്പൊ അതുകൊണ്ട് തന്നെ പാസ് ട്രാൻസിസ്റ്റേഴ്സിന് പകരമാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ തേർഡ് പാർട്ടാണ്. വിൽ കം ഇൻ ടു ദാറ്റ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു. അതാണ് അതിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അപ്പൊ പാസ് ട്രാൻസിസ്റ്ററിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. നമ്മളിപ്പോ ഗേറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ
ലോജിക് ഫങ്ഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അത് ഒരു 3 പോയിന്റ്സ് ആയിട്ട് ജസ്റ്റ് പുട്ട് ഇൻ സ്ലൈഡ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആദ്യം കണ്ട പോയിന്റ് തന്നെയാണ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആൻഡ് ഗേറ്റിൽ നമ്മൾ ബി ആൻഡ് എ പറഞ്ഞു. അപ്പൊ ബി വെൻ ബി ഈസ് ഹൈ ഔട്ട്പുട്ട് എ ഇസ് പാസ്ഡ്, ഇൻപുട്ട് എ ഇസ് പാസ്ഡ് ഓൺ ടു ദ ഔട്ട്പുട്ട്. അപ്പൊ ബി 0 ആവുന്ന ഒരു കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഒരു ഐ ബിലീവ് ഈ കേസ് ഫസ്റ്റ് കണ്ട കേസ് താഴെ ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതായത് ഒരു ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പാത്ത് വേണം പാസ് ട്രാൻസിസ്റ്റർ ചെയ്യുമ്പോൾ. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ പുട്ട് ദാറ്റ് ഇസ് എ ഫസ്റ്റ് റൂൾ. ദാറ്റ് ഇസ് വൈൽ ഡിസൈനിങ് കെയർ മസ്റ്റ് ബി ടേക്കൺ ടു എൻഷുർ ബോത്ത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പാത്ത് ഫോർ ദ സർക്യൂട്ട്. അത് നമുക്ക് വേണം. ഇനി അടുത്തത് നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇസ് അബൌട്ട് കാസ്കേഡിങ് ഓഫ് പാസ് ട്രാൻസിസ്റ്റേഴ്സ്. അതായത് പാസ് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ കാസ്കേഡ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളതാണ്. So should not drive the control, that is gate control input of a pass transistor from the output of another pass transistor. കൺഫ്യൂഷൻ ആവുന്നില്ലെന്ന് വിചാരിക്കുന്നു. എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രാമിൽ നീറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അതായത് we should not drive the gate. ഇപ്പൊ ഈ സർക്യൂട്ട് നോക്കിയേ, 3 പാസ് ട്രാൻസിസ്റ്റേഴ്സ് കണക്റ്റഡ് ലൈക്ക് ദിസ്. അപ്പൊ ഈ സെക്കൻഡ് ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് ആദ്യത്തെ പാസ് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ആണ്. അങ്ങനെ ഒരു സർക്യൂട്ട് നമുക്ക് ഒരു പ്രോപ്പർ ഔട്ട്പുട്ട് തരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരിക്കലും വരാൻ പറ്റില്ല. വൈ? എന്തുകൊണ്ടാ? അതിന്റെ റീസൺ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സർക്യൂട്ടിൽ ക്ലിയർ ആയിട്ടുണ്ട്. ദാറ്റ് ഇസ് എന്താ, നമുക്ക് കാസ്കേഡ് ചെയ്ത ഈ സർക്യൂട്ട് തന്നെ നോക്കുക. വി നോ ദാറ്റ് നമുക്ക് ഇവിടെയും വി ഡി ഡി ഇവിടെയും വി ഡി ഡി ആണെങ്കിലും ഇവിടെ ഹൈ വി ഡി ഡി ഔട്ട്പുട്ടിൽ കിട്ടില്ല. വാട്ട് വി ഗെറ്റ് ഇസ് ഓൺലി വി ഡി ഡി മൈനസ് വി ടി. അത് നമ്മൾ എൻമോസ് അനലൈസ് ചെയ്തപ്പോൾ ക്ലിയർ ആയി നമുക്ക് മനസ്സിലായി. അപ്പൊ ആ വി ഡി ഡി മൈനസ് വി ടി ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡ്രൈവ് ഇൻ ടു ദ ഗേറ്റ് ഓഫ് ദിസ് വൺ അല്ലേ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വി ഡി ഡി മൈനസ് വി ടി മൈനസ് ഇതിന്റെ വി ടി. എല്ലാത്തിനും അസ്യൂം ഒരേ ത്രഷോൾഡ് വോൾട്ടേജ് ആണ് വി ടി. അങ്ങനെ വയ്ക്കുമ്പോൾ ദിസ് ഔട്ട്പുട്ട് ഇസ് വാട്ട് വി ഡി ഡി മൈനസ് 2 വി ടി. അപ്പൊ അത് ഇനി അടുത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ? അപ്പൊ വി ഡി ഡി മൈനസ് 3 വി ടി. അപ്പൊ ഔട്ട്പുട്ട് ആക്ച്വലി ഡീഗ്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പം ദാറ്റ് ഇസ് ദ റീസൺ വൈ ഇങ്ങനെ ഒരു കാസ്കേഡിങ് നമുക്ക് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ ടു കാസ്കേഡ് ട്രാൻസിസ്റ്റേഴ്സ്, പാസ് ട്രാൻസിസ്റ്റേഴ്സ്. വേറെ രീതിയിൽ നമുക്ക് കാസ്കേഡ് ചെയ്യാം. അപ്പൊ ഈ കോൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് മാത്രം നല്ലപോലെ ഓർത്താൽ മതി. ഇപ്പൊ വോൾട്ടേജ് ലെവൽസ് പറയാൻ, അതായത് എ ഇവിടെ ഇൻപുട്ട് ഉണ്ട്, ബി ഔട്ട്പുട്ട് ഉണ്ട്, എക്സ് ഔട്ട്പുട്ട് ഉണ്ട്, ബി ഇൻപുട്ട് ഉണ്ട്, എക്സ് നമ്മുടെ ഔട്ട്പുട്ട് ആണെങ്കിൽ വോൾട്ടേജ് വി എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ മിനിമം ഓഫ് വി ബി. വി ബി എന്ന് പറയുന്നത് ഗേറ്റ് വോൾട്ടേജ് ആണ്. മിനിമം ഓഫ് വി ബി മൈനസ് വി ടി ആൻഡ് വി എ. അതായത് ഇത് രണ്ട് വാല്യൂയിലും എന്താണ് മിനിമം? വി ബി മൈനസ് വി ടി ഓർ വി എ. ഇതിൽ ഏതാണോ മിനിമം വാല്യൂ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അത്ര ഓർത്താൽ മതി കേട്ടോ. ഇത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഇത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഇത് ജസ്റ്റ് ഇതൊന്ന് മനസ്സിൽ ഓർത്താൽ നമുക്ക് പെട്ടെന്ന് താഴെയുള്ള ഫിഗേഴ്സ് എല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സീ. ആദ്യത്തെ ഫിഗറിൽ എങ്ങനെ, എന്റെ എ ഇവിടെ ഉണ്ട്, ഗേറ്റിൽ ഞാൻ രണ്ടും 5 വോൾട്ടാണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് മിനിമം ഓഫ് വി ബി മൈനസ് വി ടി ആൻഡ് വി എ അല്ലെ. ഇപ്പൊ വി ടി ത്രഷോൾഡ് 0.7 ആസ് യൂഷ്വൽ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? യുവർ വോൾട്ടേജ് വിൽ ബി 5 മൈനസ് 0.7 ഓർ 5. ഇതിൽ മിനിമം ഏതാ? 5 മൈനസ് 0.7 വിച്ച് ഇസ് 4.3. ഇവിടെ നമുക്ക് 4.3 ആയിരിക്കും കിട്ടുക. ഇനി ഈ കേസിൽ നോക്കിയാൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് 3 കൊടുത്തു. നമ്മുടെ സപ്ലൈ ഗേറ്റ് വോൾട്ടേജ് 5 വോൾട്ടേജ് ഉണ്ട്. എക്സ് എന്തായിരിക്കും? 5 മൈനസ് 0.7 എന്ന് പറയുമ്പോൾ 4.3യും 3യും. ഇതിലെ മിനിമം ഏതായിരിക്കും? സോ ദിസ് കേസ് 3 വിൽ ബി ദ ഔട്ട്പുട്ട്. ഓക്കെ. ഇനി ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ടു കാസ്കേഡ് ട്രാൻസിസ്റ്റർ, മീൻ പാസ് ട്രാൻസിസ്റ്റർ. എന്താ ഇത് നോക്കി, ഇതിൽ എങ്ങനെയാ വരാൻ പോകുന്നത്? 5 വോൾട്ട് ഉണ്ട്, 5 വോൾട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ വി എ എന്തായിരിക്കും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 5 മിനിമം ഓഫ് 5 ആൻഡ് 5 മൈനസ് 0.7. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 4.3 വോൾട്ട്. അപ്പൊ ഇവിടെ 4.3 ഉണ്ട്, ഇവിടെയും 4.3 ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഇവിടെയും 4.3. സോ വി എ, വി ബി, വി സി എവറിത്തിങ് വിൽ ബി 4.3. അപ്പൊ ഇങ്ങനെ കാസ്കേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ലെവലിന് ഒരു ഡീഗ്രഡേഷൻ വരുന്നില്ല. പക്ഷെ ഈ കേസിൽ, പ്രീവിയസ് കേസിൽ ഈ വി ടിയുടെ മൾട്ടിപ്പിൾസ് കുറഞ്ഞു വരിക. 2 വി ടി, 3 വി ടി, ഇനി ഒരു സ്റ്റേജ് പോകുമ്പോൾ 4 വി ടി, ലൈക്വൈസ് ഇറ്റ് വിൽ ഗോ ഓൺ. അപ്പൊ ദിസ് ഇസ് നോട്ട് എ ഗുഡ്. ഇനി തേർഡ് റൂൾ എന്ന് പറയുന്നത് ജനറലി നമ്മൾ അതിനെ വി ആർ നോട്ട് ഗോയിങ് മച്ച് ഇൻ ടു ഡീറ്റെയിൽ ഓഫ് ദാറ്റ്, പക്ഷെ ഇറ്റ്സ് എ റൂൾ. സോ ഐ എം ജസ്റ്റ് ടെല്ലിങ്
you have to avoid snake path. Snake path എന്ന് പറയുന്നത് say you just look into the circuit. നമുക്കൊരു വലിയ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല some big circuit you are having, imagine. അപ്പൊ അതിൽ നമുക്ക് ഗേറ്റിന് ഡ്രൈവ് ചെയ്യുന്ന ഇൻപുട്സ് ഉണ്ട്. അതേപോലെ ഇൻപുട്സ് നമുക്ക് ലോജിക് ഹയർ, ലോജിക് സീറോ ഓർ എ ബി സി whatever it is there, and you are having a load capacitor and it's connected to ground. അപ്പം sometimes due to some errors or some error in the design, what may happen is your the pass transistors which are there, say ഒരു pass transistor ഗേറ്റ് സർക്യൂട്ട് എ ആണ്, ഒന്നിന് ബി ആണ് ഗേറ്റിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. Now A and B are on at the same time. അപ്പോൾ എയുടെ ഇൻപുട്ട് ഗ്രൗണ്ടിലോട്ടും ബിയുടെ ഇൻപുട്ട് വി ഡി ഡിയിലോട്ടുമാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ actually what you are doing, you are connecting the output to ground and VDD at the same time, അല്ലെ? അപ്പൊ what you get, നമുക്കപ്പോ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു അൺഡിഫൈൻഡ് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ആ കേസിൽ നമുക്ക് വരുന്ന അൺഡിഫൈൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ പാസ് ട്രാൻസിസ്റ്റർ ഒരു ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ആ സർക്യൂട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് വരുന്നത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഗെറ്റിംഗ് ഇസ് നോട്ട് ദ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്, അല്ലെ? അത് സർക്യൂട്ട് എറേഴ്സ് കാരണമൊക്കെ അങ്ങനെ വരാം. സോ അങ്ങനെ ഒരു പാത്ത് വരാതെ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് ഇനിയും ഡീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ടു അവർ ലെവൽ ഐ ബിലീവ് നമുക്ക് ഇത്രയൊന്നും അറിഞ്ഞാൽ മതി. യു ജസ്റ്റ് ഹാവ് ടു അവോയ്ഡ് ദ സ്നേക്ക് പാത്ത്. അപ്പൊ ഇത്രയും ഈ 3 കാര്യങ്ങളാണ് വി ജസ്റ്റ് ഹാവ് ടു സീ നമ്മളുടെ റൂൾസ് ഫോർ പാസ് ട്രാൻസിസ്റ്റർ ഡിസൈൻ. അതായത് you should ensure both charging and discharging path while you are doing the first thing. പിന്നെ when you are cascading, you should do it carefully. പിന്നെ എന്താ, you should avoid the snake path. അപ്പൊ ഇതാണ് rules. ഇനി the last point is the advantages of using pass transistors. അപ്പം പാസ് ട്രാൻസിസ്റ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് ഒരു 4 അഡ്വാൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസർ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. another one is the low area, അതായത് നമ്മളിപ്പോ എൻമോസ് മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ സ്മോൾ എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ് വെക്കാം. അപ്പൊ ഏരിയ കൺസംഷൻ ഇസ് വെരി വെരി സ്മോൾ. അപ്പൊ കൂടുതൽ പാക്കിംഗ് ഡെൻസിറ്റി, കൂടുതൽ സർക്യൂട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ ഇസ് പവർ ഡിസിപ്പേഷൻ. അതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റിക് സർക്യൂട്ട് ആണ്. പവർ ഡിസിപ്പേഷൻ ഇസ് വെരി വെരി ലോ. പിന്നെ അനദർ അഡ്വാൻറ്റേജ് ഇസ് മെയിൻലി റേഷ്യോലെസ്. അപ്പൊ റേഷ്യോലെസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ ഐ ബിലീവ് നിങ്ങൾ തേർഡ് മോഡ്യൂളില് ഒരു സ്യൂഡോ എൻമോസ് ലോജിക് എന്ന് പറഞ്ഞ ഒരു സർക്യൂട്ടിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, സ്യൂഡോ എൻമോസ് ലോജിക്. അപ്പൊ ആ സ്യൂഡോ എൻമോസ് ലോജിക്കിൽ ഇഫ് യു റിമെമ്പർ, നമ്മൾ ഒരു പുള്ളപ്പ് ആൻഡ് പുൾ ഡൗൺ നെറ്റ്വർക്കാണ് നോർമലി സിമോസ് സർക്യൂട്ട്സിലുള്ളത്. അപ്പൊ ഈ പുള്ളപ്പ് നെറ്റ്വർക്കിന് പകരം വാട്ട് യു ക്യാൻ ഡു ഇസ് സ്യൂഡോ എൻമോസ് ലോജിക്കിൽ നമ്മൾ ഒരു റെസിസ്റ്റർ, അതായത് ട്രാൻസിസ്റ്ററിനെ എപ്പോഴും ലീനിയർ റീജിയനിൽ ബയസ് ചെയ്തിരുത്തിക്കുക. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു റീപ്ലേസിംഗ് ഇറ്റ് വിത്ത് റെസിസ്റ്റർ. അപ്പോൾ പുൾ അപ്പ് നെറ്റ്വർക്കിൽ ആക്ച്വലി നമ്മളുടെ സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ് റെസിസ്റ്ററിൽ കൂടെ. അപ്പോൾ ആക്ച്വലി നമ്മൾ അതിനെ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഹൈ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ട് പുൾ ഡൗൺ ചെയ്യണമെങ്കിൽ extra work. Your pull down network should be strong, as much strong as possible. So by strong, what I mean is ഈ pull down networkന്റെ സൈസ് ശരിക്കും വലുതായിരിക്കണം. പുൾ ഡൗൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ N ആണ്. അപ്പൊ N ഡിവൈസസ് ഓർ എൻമോസിന്റെ സർക്യൂട്ടിന്റെ സൈസ് നോർമലി കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ സർക്യൂട്ടാണ് റേഷ്യോഡ് ലോജിക് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളിപ്പോ എൻമോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പുള്ളപ്പിന് പുൾ ഡൗൺ നമ്മൾ പ്രോപ്പർലി എൻമോസ് വെച്ച് തന്നെ പാത്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ചാർജിങ് ചാർജിങ് പാത്ത്. സോ അതുകൊണ്ട് ആ റേഷ്യോ ഇറ്റ് ഡസന്റ് ഡിപെൻഡ് അപ്പോൺ ദ സൈസ്, അല്ലേ? സോ ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ റേഷ്യോലെസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യു ക്യാൻ ട്രൈ ടു റെഡ്യൂസ് ദ എൻമോസ് സൈസ് ആസ് മച്ച് ആസ് പോസിബിൾ. 2 ലാംഡ to 2 ലാംഡ അങ്ങനെ സൈസ് നമുക്ക് എത്ര വേണമെങ്കിലും ഇത് കുറയ്ക്കാൻ പറ്റും. എത്രയല്ല, ഒരു മിനിമം സൈസിൽ നമുക്ക് വി ക്യാൻ ഡിസൈൻ. അപ്പോൾ ലോ ഏരിയ ആണ് നമുക്ക് വരുന്നത്. സോ ഇതാണ് ഫ്യൂ അഡ്വാൻറ്റേജസ്. അപ്പൊ ഈ റേഷ്യോലെസ് ലോജിക് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ മുമ്പ് ആ കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ജാനും റാബേയിൽ ഇത് വളരെ നീറ്റായി പറയുന്നുണ്ട്. ഐ പ്രിഫർ യു റീഡ് ദാറ്റ്. അതർ ദാൻ ദാറ്റ് ബാക്കിയെല്ലാം ഐ ബിലീവ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഒരു പാസ് ട്രാൻസിസ്റ്ററുടെ എന്താണ് ബേസിക് സർക്യൂട്ട്, ഹൗ ഡസ് ഇറ്റ് വർക്ക്, ഹൗ ഡു യു ഡിസൈൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, അതാണ് നമ്മളിപ്പം ഐ ബിലീവ് വാട്ട് വി ഹവ് സീൻ റൈറ്റ് നൗ. ഇനി വൺസ് ദാറ്റ് ഇസ് ട്രൂ, അതായത് ഇപ്പൊ ഇത്രയും പറഞ്ഞ കോൺസെപ്റ്റിൽ ഒരു പാസ് ട്രാൻസിസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് കേക്ക് വാക്ക്. ദാറ്റ് ഇസ് നമുക്ക് വലിയ പണിയൊന്നുമില്ല. അടുത്ത ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആണ് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ ദേ സേ ദാറ്റ് ഇസ് എ ഡിഫറൻഷ്യൽ പാസ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
ഡിഫറൻഷ്യൽ പാസ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പാസ് ട്രാൻസിസ്റ്റേഴ്സ് തന്നെയാണ്, നമുക്ക് കോംപ്ലിമെന്ററി ഇൻപുട്സ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ കോംപ്ലിമെന്ററി ഔട്ട്പുട്ട്സ് ആൻഡ് ഇൻപുട്സ് രണ്ടും കൂടെ ഉണ്ട്. ഈ ഇതിലോട്ട് വരാൻ വരട്ടെ. ദാറ്റ് മീൻസ് ഒരു സർക്യൂട്ടിൽ നമുക്ക് എയും ഉണ്ട് എ ബാർ ഉണ്ട് ഇൻപുട്ട്. അതായത് എത്ര ലിറ്ററൽ ഉണ്ടോ അതിന്റെ ട്രൂ ഫോം ആൻഡ് ഓൾസോ ദ കോംപ്ലിമെന്ററി ഫോം ദാറ്റ് ഇസ് ദിയർ. ഔട്ട്പുട്ടിലും F1 and F bar both are there. അതാണ് പറയുന്നത്. അപ്പോൾ സ്ലൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? For high performance design, the differential pass transistor logic family called CPL. CPL or CPTL, complementary pass transistor logic or differential pass transistor logic is commonly used. അപ്പോൾ അതിലൊന്നുമല്ല, the basic idea is to accept true and complementary inputs and produce true and complementary outputs ആണ്. അപ്പൊ ഇതിന്റെ സർക്യൂട്ട് ഡിസൈൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഇത് വളരെ ഇതില് കാര്യമായി ഡിസൈൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊരു ആൻഡ് ഗേറ്റ് ആൻഡ് ആൻഡ്. അപ്പൊ കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻപുട്സ് 3 ഇൻപുട്ട് ഉണ്ട്, എ ബി സി ഉണ്ടെങ്കിൽ ഇൻപുട്ട് ഇൻ കോംപ്ലിമെന്റ് ഫോം ആൻഡ് ട്രൂ ഫോം രണ്ടും ഉണ്ടാവും. എ ബി സി ഉണ്ടാവും, എ ബാർ ബി ബാർ സി ബാർ ഉണ്ടാവും. ഔട്ട്പുട്ട് ഇപ്പൊ എഫ് ആണെങ്കിൽ നമുക്ക് എഫ് ബാറും ഉണ്ടാവും. അപ്പൊ രണ്ടും ഉണ്ടാവും. അപ്പൊ സർക്യൂട്ട് നമ്മൾ വെറുതെ ആൻഡ് ഗേറ്റ് എന്ന് പറയില്ല. ആൻഡ് ഗേറ്റ് കോംപ്ലിമെന്ററി ട്രാൻസിസ്റ്റർ ലോജിക് ഫോർ ആൻഡ് നാൻഡ് ഗേറ്റ്, അതായത് ആൻഡിന്റെ കോംപ്ലിമെന്റ് നാൻഡ്, അപ്പൊ രണ്ടും ഒരേ ഇതിൽ വരും. അപ്പൊ ഇനി ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാ? അപ്പം അത് വെരി ഈസി ആണ്. വാട്ട് യു ക്യാൻ സീ, നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ട് ഈ 2 ഗേറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത ആൻഡ് ഗേറ്റ് ആണ് അല്ലെ. F is equal to A dot B. വേറെ നമ്മൾ ഈ കേസിൽ ബി ആണ് ഗേറ്റ് ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യമേ ഉള്ളൂ, ഈ സർക്യൂട്ടിനെ അതുപോലെ ഒന്ന് റീപ്ലേസ് ചെയ്യുക ഇവിടെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഗേറ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. ബി അങ്ങനെ തന്നെ കൊടുക്കുക, ബി ബാർ ഇവിടെ തന്നെ കൊടുക്കുക. ഇനി ബി കൊടുത്ത ടെർമിനലിൽ ഇവിടെ ഞാൻ എ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വാട്ട് ഐ ജസ്റ്റ് ഹാവ് ടു ഡു ഇസ് കോംപ്ലിമെന്റ് ഇറ്റ്. ഇറ്റ് ഇസ് എ ബാർ. അതേപോലെ ഇവിടെ ബി ബാർ കൊടുത്ത ഗേറ്റിൽ വാട്ട് ഐ പ്രൊവൈഡഡ് ഇസ് ബി ആസ് ഇൻപുട്ട്, ഈ കേസിൽ ബി ബാർ ആയിട്ട് വരും. അപ്പൊ ഇവിടെ എഫ് ഈക്വൽ ടു എ ഡോട്ട് ബി, ഇവിടെ എഫ് ബാർ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ദ ഹോൾ ബാർ. ഇത് ഐ ഷുഡ് സേ, ഇത് നമ്മൾ മറ്റേത് ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്യാം. ഇറ്റ്സ് റാദർ എ ഷോർട്ട് കട്ട്. നമ്മൾ അത്ര ഇതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. വൺസ് വി നോ ഹൗ ടു ഇംപ്ലിമെന്റ് സർക്യൂട്ട് യൂസിങ് പാസ് ട്രാൻസിസ്റ്റർ, ഇത് നമുക്ക് എളുപ്പം ചെയ്യാനുള്ളതേ ഉള്ളൂ. അതായത് രണ്ട് ലോജിക്കും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഇക്വേഷൻ വൈസ് നമുക്ക് എഴുതി നോക്കാം. അതായത് ഇപ്പൊ ഇത് നമുക്കറിയാം ഇറ്റ് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി. ഇതെങ്ങനെ വരും? എ ബാർ ബി പ്ലസ് ബി ബാർ വരും അല്ലെ ഇവിടെ. അപ്പൊ എ ബാർ ബി പ്ലസ് ബി ബാർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു ബി പ്ലസ് ബി ബാർ. അതായത് എ ബാർ പ്ലസ് ബി ബാർ വിച്ച് ഇസ് നത്തിങ് ബട്ട് എ ഡോട്ട് ബി ദ ഹോൾ ബാർ. ഇക്വേഷൻ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഐ ജസ്റ്റ് സേയിങ് ഇറ്റ്. നോ ഐ ബിലീവ് ഇത് ഈസി ആണ്. ഈ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് ഐ ബിലീവ് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ നമ്മൾ സി പി എല്ലില് നമ്മൾ ഓർ ആൻഡ് നോർ ലോജിക്ക് പറയുന്നുണ്ട്. ഓർ ഗേറ്റ് നമ്മൾ ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണ്. അപ്പൊ നമ്മുടെ ബേസിക് ഐഡിയ എന്താ? എളുപ്പ വഴിയാണ് നമ്മൾ പോകുന്നത്. ഐ ബിലീവ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 2:25. നമുക്കതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എളുപ്പ വഴിയാണ്. വാട്ട് യു ഡു, നിങ്ങൾ പഠിച്ച ആ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് അതുപോലെ തന്നെ വെക്കുക. വീണ്ടും അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ താഴോട്ട്. എന്നിട്ട് ഗേറ്റിന് യു ജസ്റ്റ് കീപ് ദ ഗേറ്റ് വാല്യൂ ആസ് ഇറ്റ് ഇസ്. പിന്നെ ഇൻപുട്സിനെ മാത്രം ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതാണ് ഓർ എക്സ് നോർ. അതേപോലെ എക്സ് ഓർ എൻ എക്സ് നോർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഇത് നമ്മളുടെ റാബി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സി പി എൽ കോംപ്ലിമെന്ററി ഡിഫറൻഷ്യൽ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. വേറൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ദാറ്റ് ഇസ് SM CAN. ഐ ബിലീവ് യു നോ, യു ആർ ഫെമിലിയർ വിത്ത് ഓൾ ദീസ് തിങ്സ്. അപ്പൊ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ കൂടെ അവർ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു കോൺഫിഗറേഷൻ. ദാറ്റ് ഇസ് ഓൾസോ റൈറ്റ്. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, നമുക്ക് ഇത് വെച്ച് തന്നെ ഇറ്റ് വിൽ ഡു, യു വിൽ ഗെറ്റ് മാർക്സ് ഫോർ ദാറ്റ്. ഓക്കെ, അതുകൂടെ നോക്കുക. സോ ദാറ്റ് ഇസ് യുവർ കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. അപ്പോൾ സം ഫീച്ചേഴ്സ് ഓഫ് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക് പറയുന്നുണ്ട്. സൈലൻസ്, അതായത് നോയ്സ് ഇമ്മ്യൂണിറ്റി നല്ലപോലെ ഉണ്ട്. ഒരു മോഡുലർ ഡിസൈൻസ് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ അത്രയും നമുക്ക് മതി പാസ് ട്രാൻസിസ്റ്റർ ആൻഡ് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. സോ ഐ ബിലീവ് ഇറ്റ് ഇസ്, ഞാൻ CPL ഐ ജസ്റ്റ് ബ്രഷ് ത്രൂ ബിക്കോസ് ടൈം ഒരു കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ ഐ ജസ്റ്റ് വോണ്ട് ടു ഡിസ്കസ്. എനിക്ക് തന്ന നെറ്റിൽ നിന്ന് കിട്ടാൻ പറ്റിയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. വലിയ കോംപ്ലക്സ് ആയിട്ട് ഇതിലില്ല. ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു, നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എളുപ്പം ഇത് ആൻസർ ചെയ്യാം. ഇതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാസ് ട്രാൻസിസ്റ്റർ, CPTL ആൻഡ് ട്രാൻസ്മിഷൻ ഗേറ്റ് ആണ്.
പിന്നെ നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റ് കണ്ടിട്ടില്ല, എന്നാൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടു, ട്രാൻസ്മിഷൻ ഗേറ്റ് ആൻഡ് ഹൗ ടു ഡ്രോ ആൻ XOR ഗേറ്റ് യൂസിങ് ട്രാൻസ്മിഷൻ ഗേറ്റ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആൻഡ് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. അപ്പൊ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പിന്നെ അടുത്ത ഒരു യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലല്ല, പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അടുത്തത് വന്നത് എക്സ്പ്ലെയിൻ ഡിമെറിറ്റ്സ് ഓഫ് പാസ് ട്രാൻസിസ്റ്റേഴ്സ്, ഹൗ ദിസ് ക്യാൻ ബി റെമഡീഡ്. അപ്പൊ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മേജർ ഡിമെറിറ്റ് എന്ന് പറയുന്നത് അതായത് NMOS ക്യാൻ ഗിവ് എ വീക്ക് ഹൈ, PMOS ക്യാൻ ഗിവ് എ വീക്ക് ലോ എന്നുള്ള കേസാണ്. റെമഡി എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഗേറ്റ് വെച്ചിട്ടാണ് അത് റെമഡി വരുന്നത്. ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ കോൺസെപ്റ്റ് ഇവിടെ എഴുതണം. പിന്നെ ഇംപ്ലിമെന്റ് ഫോളോയിങ് ഫംഗ്ഷൻസ് യൂസിങ് പാസ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്മിഷൻ ഗേറ്റ്. അപ്പൊ ഇത് ഇത്രയാണ് ഞാൻ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വാട്ട് ഐ ഫോളോഡ് ഇസ് ജാനം റാബിയുടെ ടെക്സ്റ്റ് ബുക്ക്. ഇറ്റ്സ് വെരി ഗുഡ് ബുക്ക്. അത് റെഫർ ചെയ്തിട്ടുണ്ട്. 6th മൊഡ്യൂൾ ആണ്. അതേപോലെ NPTEL ഒരു ലിങ്ക് ഉണ്ട്, അതിന്റെ PDF അവൈലബിൾ ആണ്. ഐ ബിലീവ് പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ഐ ബിലീവ് ഈ സ്ലൈഡ് വി ക്യാൻ ഓൾസോ ഷെയർ അല്ലേ? സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ സെഷൻ അല്ലേ മാം? ഒന്ന് രണ്ട് ഡൗട്ട്സ് Q&Aയിൽ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതിൽ ഫസ്റ്റ് വീക്ക് 1 വീക്ക് 0യിൽ കപ്പാസിറ്റർ PMOSനും MOSനും ഡിഫറെന്റ് ടെർമിനൽസ് സോഴ്സ് ഡ്രെയിൻ ആണ് കൊടുത്തതെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? ഹലോ മാം, Q&A സെഷൻ കാണാൻ പറ്റുന്നുണ്ടോ മാമിന്? ഒരു മിനിറ്റ്, ഞാൻ പറയാം. ഷെയർ. ഓക്കെ. Q&A അല്ലേ? Q&A അതില് ഒരു വീക്ക് 1 വീക്ക് 0യിൽ കപ്പാസിറ്റർ ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു മാം? ഇല്ല, ക്വസ്റ്റ്യൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് ഞാൻ വായിക്കാം. വീക്ക് 1 വീക്ക് 0യിൽ കപ്പാസിറ്റർ PMOSനും NMOSനും ഡിഫറെന്റ് ടെർമിനൽസ് ബ്രാക്കറ്റില് സോഴ്സ് ഡ്രെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? ഓക്കെ. വീക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബേസിക്കലി അത് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാ? നമ്മളൊരു CMOS ഇൻവേർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? CMOS ഇൻവേർട്ടറിൽ ഇതൊരു പുള്ളപ്സ്, ഇത് ഒരു മിനിറ്റ് സ്ലൈഡ് ഷോ സ്ലൈഡ്. ഓക്കെ. അപ്പൊ CMOS ഇൻവേർട്ടറിൽ ദിസ് ഇസ് എ പുൾ അപ്പ് സർക്യൂട്ട് ആൻഡ് ദിസ് ഇസ് എ പുൾ ഡൗൺ സർക്യൂട്ട്. അപ്പൊ വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ്, ഞാൻ പറഞ്ഞ ഒരു കാര്യം, ദിസ് NMOS give weak 1 എന്നുള്ള. അപ്പൊ വാട്ട് ഐ ഡിഡ് ഇസ് ഇതിനെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തു. അതായത് PMOSന് പകരം ഞാൻ NMOSനെ എടുത്ത് റീപ്ലേസ് ചെയ്തതാ. Instead of this PMOS, what I've done is simply replace this PMOS with this NMOS. എന്നിട്ട് I'm just analyzing എന്താണ് വരുന്നതെന്നുള്ളത്. That's it. I hope it's clear. നമ്മൾ നോർമലി കൊടുക്കുമ്പോൾ NMOS കൊടുക്കുമ്പോൾ ഡ്രെയിനിലാണ് VDD കൊടുക്കുക, സോഴ്സിലാണ് നമ്മുടെ ലോഡ് ഓർ ലോഡ് കപ്പാസിറ്റൻസ് കൊടുക്കുന്നത്. അതാണോ ഉദ്ദേശിച്ചത്? ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരുന്നതായിരുന്നു. അപ്പൊ കുട്ടി കേട്ടിട്ടുണ്ടാവും, അപ്പൊ ചാറ്റിൽ റിപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദ ഡിസഡ്വാൻറ്റേജ് സ്നീക്ക് പാത്ത് വൺസ് മോർ? സ്നീക്ക് പാത്ത്. ഓക്കെ. സ്നീക്ക് പാത്ത് എന്ന് പറയുന്ന റൂൾസ് ഫോർ സ്നീക്ക് പാത്ത് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട്, അതായത് യു ഷുഡ് അവോയ്ഡ് സ്നീക്ക് പാത്ത് എന്ന് പറയുന്നത്. ഇമാജിൻ യു ആർ ഡിസൈനിങ് എനി ലോജിക് ഫംഗ്ഷൻ യൂസിങ് പാസ് ട്രാൻസിസ്റ്റർ. ഒരു വലിയ സർക്യൂട്ട് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ആ കേസിൽ നമുക്ക് ഗേറ്റിൽ സേ യു ആർ പ്രൊവൈഡിങ് ഒരു സം പാർട്ട് ഓഫ് ദ സർക്യൂട്ട് വേർ യു ആർ പ്രൊവൈഡിങ് എ ലോജിക് A to one gate and B to another gate. അപ്പൊ രണ്ടും എയും ബിയും രണ്ടും ഹൈ ആവുന്ന ഒരു കേസ് അസ്യൂം ചെയ്യുക. ദാറ്റ് ഇസ് വെൻ A is also equal to 1, B is also equal to 1. അതായത് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, എയും ബിയും ഹൈ ആവുന്ന കേസ് ആൻഡ് വേർ സേ അസ്യൂം അങ്ങനെ ഒരു സർക്യൂട്ടഡ് ഇല്ല, അസ്യൂം 2 പാസ് ഗേറ്റ് ഉണ്ട്, പാസ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ രണ്ടിന്റെയും ഗേറ്റിൽ നമ്മൾ എയും ബി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ഇൻപുട്ടിൽ ഒന്നിന് VDD കൊടുത്തിട്ടുണ്ട്, ഒന്ന് 0 കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് കേസ് വേർ A and B both are active, അപ്പൊ 2 ട്രാൻസിസ്റ്റർ ഓൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പം ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഗ്രൗണ്ട് വിൽ ബി available at the output. Second transistor on it is connected to VDD, that also should be available at the output. അപ്പൊ ഇങ്ങനെ വരുന്ന നോർമലി
എന്തെങ്കിലും എറർ ഓർ അൺആംബിഗസ് സിറ്റുവേഷൻ വരുമ്പോൾ വലിയ സർക്യൂട്ട്സ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ what will happen is നമുക്ക് രണ്ടും ഗ്രൗണ്ട് ആൻഡ് VDD both are connected through some circuit to the output അല്ലെ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ലോജിക് ഹൈ ഓർ ലോജിക് ലോ എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അകത്തുള്ള എൻറ്റയർ സർക്യൂട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് ഔട്ട്പുട്ട് നമുക്ക് വരത്തുള്ളൂ. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടണം എന്നില്ല. സോ ദാറ്റ് ഇസ് വാട്ട്. അപ്പൊ അതാണ് ഈ സ്നീക്ക് പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാത്ത് നോർമലി ഡിസൈൻ രീതിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ദാറ്റ്സ് വാട്ട് അവർ പറയുന്നത്. ഹലോ ഹലോ മാം, one more question is there. ഓക്കെ. CPL ൽ ആൻഡ് ഓർ NAND സ്ലൈഡ് ഒന്നുകൂടി കാണിക്കാമോ? കോംപ്ലിമെന്റ് CP ഇതല്ലേ ആൻഡ് അതെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. പ്ലീസ് എക്സ്പ്ലെയിൻ റേഷ്യോലെസ് ഇൻ PTL. TTL PTL എന്നാണ് PTL. റേഷ്യോലെസ് എന്ന് പറയുന്നത് നമുക്ക് ചെറുതായി പറയാൻ നോക്കാം. അതായത് നമുക്ക് CMOS സർക്യൂട്ടില് നമ്മൾ നോർമലി യു ആർ ഹാവിംഗ് എ പുൾ അപ്പ് ഓൺ ദ ടോപ്പ്, യു ആർ ഹാവിംഗ് എ പുൾ ഡൗൺ. അപ്പൊ വി നോ എത്ര PMOS ഉണ്ടോ അത്രയും NMOS താഴെയുണ്ട് അല്ലെ. അപ്പം പിന്നെ ഒരു സമയത്ത് PMOS നെറ്റ്വർക്കിന്റെ ഫംഗ്ഷൻ എന്താ, ഔട്ട്പുട്ടിനെ ഹൈയിലോട്ട് ഡ്രൈവ് ചെയ്യുക. NMOS നെറ്റ്വർക്കിന്റെ ഫംഗ്ഷൻ ഔട്ട്പുട്ടിനെ സീറോയിലോട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ല, ഒരു സമയത്ത് ഒരു ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ നോർമൽ CMOS നെറ്റ്വർക്ക്. ഇനി CMOS നെറ്റ്വർക്കിനെ പോലെ തന്നെ ഇനി ഒരു നെറ്റ്വർക്കാണ് സ്യൂഡോ NMOS. അത് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി യു കെൻ ഡു എ ഗൂഗിൾ സെർച്ച്. അപ്പം സ്യൂഡോ NMOS എന്ന് പറയുന്നത് പ്രൈമറി എയിം ഇസ് ടു ലിമിറ്റ് ഓർ ടു റിഡ്യൂസ് ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ CMOS നെറ്റ്വർക്കിൽ PMOS എൻറ്റയർ സർക്യൂട്ട് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഇവിടെ ഒരു PMOS നെറ്റ്വർക്കിന് പകരം അവരെന്താ ചെയ്യാൻ പറയുക, യു ആർ ജസ്റ്റ് റീപ്ലേസിംഗ് ദിസ് വിത്ത് PMOS ആസ് എ ലീനിയർ ഡിവൈസ്. അതായത് ഒരു റെസിസ്റ്ററിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത്. PMOSനെ ഒരു ലീനിയർ റീജിയനിൽ ബൈസ് ചെയ്ത് ഒരു PMOS വെച്ച് അങ്ങ് ലിമിറ്റ് ചെയ്യുക. അപ്പൊ ദാറ്റ് മീൻസ് വാട്ട്, ഇവിടുത്തെ VDD ഈ ട്രാൻസിസ്റ്ററിൽ കൂടെ എപ്പോഴും ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈ വേണമെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ. ലോ ലോജിക് നമ്മുടെ ലോജിക് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്ത് ഇതിന്റെ ഔട്ട്പുട്ട് ലോ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, these circuits or this pull down circuit should work to make this output to logic 0 അല്ലെ. സിൻസ് ഇവിടെ ഡയറക്റ്റ് VDD കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ സർക്യൂട്ട്സ് the strength of this circuit should be very high to pull down this value to 0. അതാണ് പറയുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ഒരു ഹൈ VDDനെ പുൾ ഡൗൺ ചെയ്യാൻ വേണ്ടി ഇതിന്റെ സൈസ് നല്ല സൈസ് വേണം. ഇൻ ടേംസ് ഓഫ് സൈസ് ഇറ്റ് ഷുഡ് ബി ബിഗ്. അതാണ് അപ്പൊ നോർമലി അങ്ങനത്തെ സർക്യൂട്ടിൽ, അപ്പൊ സ്യൂഡോ NMOS സർക്യൂട്ട്സിൽ അത് റേഷ്യോഡാണ്. അതായത് സൈസ് ഓഫ് ദ NMOS ഇസ് ലാർജ്. അപ്പൊ അതാണ്. പക്ഷെ ഈ കേസിൽ നമ്മുടെ PTL പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ നമുക്ക് ഈതർ PMOS ഓർ NMOS രണ്ടും കൊണ്ട് നമുക്ക് പാസ് ട്രാൻസിസ്റ്റേഴ്സ് ചെയ്യാം. ബേസിക്കലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് NMOS ആണ്. ബിക്കോസ് യു നോ NMOSന്റെ സ്വിച്ചിങ് സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ നോർമലി NMOS വെച്ചിട്ടുള്ള പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കേ നമ്മൾ കാണുള്ളൂ. അപ്പൊ ഇതിൽ അത് മാത്രമുണ്ട്. പിന്നെ നമ്മളിപ്പം ഇതേപോലെ ഈ കേസിൽ പോലെ നമുക്ക് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പാത്ത് പ്രോപ്പറായി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ സൈസിന്റെ ഇഷ്യൂ, അതായത് പുൾ അപ്പ് ഓർ പുൾ ഡൗൺ എന്നുള്ള കോൺഫ്ലിക്റ്റ് അവിടെ അവോയ്ഡഡ് ആണ്. അതുകൊണ്ട് സൈസ് ഡസന്റ് മാറ്റർ ആക്ച്വലി ഈ കേസിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ ട്രാൻസിസ്റ്ററിന് എത്ര ഔട്ട്പുട്ട് ഇറ്റ്സ് നോട്ട് ഡിപെൻഡ് അപ്പോൺ സൈസ്. ട്രാൻസിസ്റ്റർ നമുക്ക് മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന ആക്കാം. അതുകൊണ്ടാണ് അതിന്റെ റേഷ്യോലെസ് എന്ന് പറയുന്നത്. ഐ ബിലീവ് ഇറ്റ് ഇസ് ക്ലിയർ. കുറച്ചുകൂടെ ഐഡിയ വേണമെങ്കിൽ ആസ് ഐ ടോൾഡ് യു റേഷ്യോലെസിനെ കുറിച്ച് നല്ലതായിട്ട് റാബിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് ക്ലിയർ അല്ലെങ്കിൽ യു പ്ലീസ് മെയിൽ മീ, ക്ലിയർ ഇറ്റ്. ഓക്കെ ആണോ മാം? -7 or -5 which is greater? -5 അല്ലേ ഗ്രേറ്റർ എന്ന്? അല്ല, -7 അല്ലേ ഗ്രേറ്റർ. നെഗറ്റീവ് ലോജിക് വരുമ്പോ -7 അല്ലേ ഗ്രേറ്റർ. ഓക്കെ, പാസ് ട്രാൻസിസ്റ്റർ ലോജിക് വെച്ച് നമുക്ക് ഏത് ട്രാൻസിസ്റ്റർ വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ?
ഐ മീൻ സിമോസ് പിമോസ് ഏതായാലും കുഴപ്പമില്ലേ? ഇല്ല, അതാ ഞാൻ പറഞ്ഞേ. നമുക്ക് പാസ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ലോജിക്ക് ഞാനിപ്പോ ബി ഹൈ ആണെങ്കിൽ എ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വരും. അപ്പൊ ഇതേപോലെ നമുക്ക് എൻമോസിനും പറയാം അല്ലെ? നമ്മൾ ആദ്യം കണ്ട സ്ലൈഡിൽ പി മോസിനും പറയാം. അതായത് ഗേറ്റ് 0 ആണെങ്കിൽ എന്താണോ ഔട്ട്പുട്ട് ഇൻപുട്ട് ദാറ്റ് വിൽ ബി പാസ്ഡ് ഓൺ ടു ഔട്ട്പുട്ട്. ഇപ്പൊ പാസ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എൻമോസിനെയും പറയും പിമോസിനെയും പറയും. പക്ഷെ നോർമലി നമ്മൾ പാസ് ട്രാൻസിസ്റ്റേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ലോജിക് സർക്യൂട്ട്സിന് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാനാണ്. അപ്പൊ നോർമലി അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നോർമലി എൻമോസ് ആണ്. അതിന്റെ ഒബ്വിയസ് റീസൺ ആണ് എൻമോസിന് ഈ സ്വിച്ചിങ് കപ്പാസിറ്റൻസ് കുറവാണ്. അപ്പൊ കുറെ കൂടെ സ്പീഡ് വർക്കിംഗ് സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നോർമലി എൻമോസ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ കാണുന്നത്. രണ്ടും പറ്റും. ഹലോ ഹലോ കേൾക്കാമോ മാം? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വോൾട്ടേജ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ് വീക്ക് 0 ആൻഡ് വീക്ക് 1 ജനറേഷനുമായിട്ട് ബന്ധമുണ്ടോ? വോൾട്ടേജ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ല. സ്ലൈഡില് പറഞ്ഞ പോലെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: വോൾട്ടേജ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ് വീക്ക് 0 ആൻഡ് വീക്ക് 1 ജനറേഷനുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. അതായത് എല്ലാം എവറിത്തിങ് ഇസ് ഡിപെൻഡന്റ്. പി ഡി, വി എസ്, ബി ജി മൂന്നും ഡിപെൻഡന്റ് ആണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് മാം, മൊഡ്യൂൾ 3 പഠിക്കാത്തവർക്ക് NPTEL ലിങ്ക് ഓർ PDF സജസ്റ്റ് ചെയ്യാനുണ്ടോ? മോഡ്യൂൾ നമ്മൾ KTUവിന്റെ സിലബസ് ഡിപെൻഡ് ചെയ്ത് മോഡ്യൂൾ 3 ആസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ മോഡ്യൂൾ 3 ഞാൻ പറഞ്ഞ പോലെ ആകെ 3 ടോപ്പിക്കേ ഉള്ളൂ. അപ്പം NPTEL അതിന് മാത്രമായിട്ട് ഒരു NPTEL വീഡിയോ ഉണ്ടോന്ന് അറിയില്ല. ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ NPTEL വീഡിയോ ദാറ്റ് ഇസ് ഇതൊരു IIT ഖരഗ്പൂരിന്റെ വീഡിയോ ആണ്. ഐ ബിലീവ് ദിസ് വിൽ ഹെൽപ്പ് ടു സം എക്സ്റ്റെന്റ്. ഇതൊരു നല്ല വീഡിയോ, കുറെ കൂടെ കോൺസെപ്റ്റ് കുറച്ചുകൂടെ പറയുന്നുണ്ട്. അത്രയും നമുക്ക് വേണ്ട, എന്നാൽ ഐ ബിലീവ് ദിസ് വിൽ ഹെൽപ്പ്. ഓക്കെ മാം, പിന്നെ കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ഹൗ ടു ഇംപ്ലിമെന്റ് ഇറ്റ് ഒന്ന് ബ്രീഫായി പെട്ടെന്ന് പറയാമോ? ഓക്കെ. കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആദ്യം പാസ് ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ വേണം. പിന്നെ ഞാൻ പറയുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഇത്രയും ആലോചിക്കുക. ഇപ്പൊ നമ്മൾ ഓർണോർ ലോജിക് വന്നു. അപ്പൊ നമുക്ക് F = A+B, അതായത് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അത് അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അടുത്ത് ചെയ്യേണ്ട, ഇവിടെ 2 ഗേറ്റ് ആണെങ്കിൽ അതേപോലെ ആ സർക്യൂട്ട്സ് വീണ്ടും ഒന്നുകൂടെ കോപ്പി ചെയ്യുക. ഗേറ്റ് ടെർമിനൽസ് അതുപോലെ കണക്ട് ചെയ്യുക. പിന്നെ ആകെ ഒരു ചേഞ്ച് വരുന്നത്, ഇവിടെ കൊടുക്കുന്ന A ആണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ഗേറ്റിൽ A ബാർ ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന B ആണെങ്കിൽ B ബാർ കൊടുക്കുക. അത്രേ ഉള്ളൂ. അതാണ് ഈസിയസ്റ്റ് വേ. ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി വൈൻഡ് അപ്പ് ചെയ്യാണോ അതോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ മാം? ട്രാൻസ്മിഷൻ ഗേറ്റ്സ് 1 hour എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്മിഷൻ ഗേറ്റ്സിന്റെ PPT ഉണ്ടാക്കിയിട്ടില്ല. Maybe in the next session we can see what it is. Okay, so we are winding up the session. Thank you so much, ma'am. Hope there is no more doubts to be cleared. Both the video and transcript of the session will be available in our YouTube channel. Thank you so much for sparing the time, especially to Vinitha ma'am. In this busy schedule, she has prepared a wonderful PPT and a wonderful session. Thank you so much, ma'am. And thank you all the participants for attending the session.